ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എന്നെ കേൾക്കാവോ? ഹായ് ദിലീപ്. ഓക്കെ, ഞാൻ തുടങ്ങിക്കോട്ടെ. എല്ലാവരും കേൾക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ ഓക്കെ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഒരു ടോപ്പിക്, ഇന്ന് ഈ എടുക്കുന്ന ഒരു ടോപ്പിക്, നിങ്ങൾ പാലിയേറ്റീവിൻ്റെ ആളുകൾ, അതായത് നമ്മുടെ ഫിസിയോതെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ പാലിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഫിസിയോതെറാപ്പിസ്റ്റുകളെയും ഫസ്റ്റ് ഓഫ് ഓൾ അവരെ അഭിവാദ്യം ചെയ്യാണ്. യു ഗൈസ് ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ്, യാതൊരു സംശയവുമില്ല. അതിനകത്ത് ഒരുപാട് നല്ല റിമാർക്സോട് കൂടി തന്നെയാണ് നിങ്ങളുടെ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾ എല്ലാവരെയും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ ഒരു പാർട്ട് തന്നെയാണ് ഞാനും. ഇന്ന് എനിക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അന്ന് ഫൈസൽ സാർ അന്ന് വിളിച്ചിട്ട് അന്ന് പെട്ടെന്ന് പറഞ്ഞൊരു സെറിബ്രൽ പാൾസിയുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു എന്നല്ലാതെ അതിനകത്ത് ഏത് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങളുടെ എൻ്റെ അറിവ് പ്രകാരം നിങ്ങൾ എത്രത്തോളം ഈ പാലിയേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്നു, അതിൽ വരുന്ന സെറിബ്രൽ പാൾസി കുട്ടികളെ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എന്തെല്ലാമാണ് അവർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള ഒരു രീതിയെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. എനി ടൈം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡിഫറൻസ് ഇൻ ഒപ്പീനിയനോ ഉണ്ടെങ്കിൽ അത് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റേസ് ചെയ്യാം. തൽക്കാലം എനിക്ക് നിങ്ങളുടെ ചാറ്റ് ബോക്സ് കാണാൻ പറ്റില്ല, എനിക്ക് എൻ്റെ സ്ക്രീൻ സെറ്റിംഗ് അങ്ങനെയാണ്. അപ്പം എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനോ അതല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് മറ്റുള്ളൊരു ഒപ്പീനിയനോ അല്ലെങ്കിൽ ആഡ് ഓൺ സംതിങ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും നിങ്ങൾക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് സംസാരിക്കാം. യു ആർ വെൽക്കം ടു ഡു ദാറ്റ്. ഒരു അതിനകത്തൊരു സന്ദേഹം വേണ്ട. അപ്പം ഞാൻ എൻ്റെ ടോപ്പിക് ഇന്ന് ടൈറ്റിൽ ചെയ്തിട്ടുള്ളത് ഹാൻഡ്ലിങ് സെക്കൻഡറി ഇൻസൾട്ട്സ് ഓഫ് സെറിബ്രൽ പാൾസി അറ്റ് ഹോം. നമ്മുടെ വീട്ടിനകത്ത് എങ്ങനെയാണ് നമ്മുടെ പേഷ്യൻസിൻ്റെ സെക്കൻഡറി വരുന്ന ഇൻസൾട്ട്സ്, സെറിബ്രൽ പാൾസിയുമായി അസോസിയേറ്റ് ചെയ്ത് സെക്കൻഡറി ഇൻസൾട്ട്സ് അല്ലെങ്കിൽ നമ്മൾ കോംപ്ലിക്കേഷൻസ് എന്ന് പറയും മറ്റൊരു വേർഡിൽ, അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും. ഇതിൽ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് സെക്കൻഡ് ലൈനിൽ കൊടുത്തിട്ടുണ്ട് നമ്മുടെ GMFCS ഗ്രേഡ് 5 വരുന്ന കാറ്റഗറിയിൽപ്പെട്ട ആളുകളെയാണ് എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു പ്രസന്റേഷനിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാനത് സ്പെസിഫിക് ആയിട്ട് ആ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം, പാലിയേറ്റീവ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഫിസിയോസ് എന്ന നിലയിൽ നിങ്ങൾ ഒബ്വിയസ്ലി നിങ്ങൾ ആ ഒരു കാറ്റഗറിപ്പെട്ട ആളുകളായിരിക്കും കൂടുതൽ കാണുന്നതും അവരെ വീട്ടിൽ വെച്ചിട്ടായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള കാറ്റഗറി നടക്കുന്ന കുട്ടികൾ അതല്ലെങ്കിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ, അങ്ങനെയുള്ള കാറ്റഗറി കുട്ടികളെ കുറിച്ച് നമ്മൾ ഇവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സംസാരിച്ചിട്ട് അധികം ഒരു കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അത് ഇൻഫോം ചെയ്യാവുന്നതാണ്. ഞാൻ ബിഫോർ ഐ ഡു മൈ പ്രസൻറ്റേഷൻ ഐ വുഡ് ലൈക്ക് ടു താങ്ക് നമ്മുടെ മലപ്പുറം DMO അതുപോലെ തന്നെ DPM രണ്ടുപേരെയും ഞാൻ താങ്ക്ഫുള്ളി അക്നോളജ് ചെയ്യാണ്. അതുപോലെ തന്നെ മിസ്റ്റർ ഫൈസൽ പാലിയേറ്റീവ് കോർഡിനേറ്റർ മലപ്പുറം, അവരെയും അക്നോളജ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷൻ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രാൻസ്ക്രിപ്റ്റ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്കിൻ്റെ നമ്മൾ ട്രാൻസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഈ ഒരു 7 ഹെഡിങ്ങിന് അണ്ടറിലായിരിക്കും. വിൽ ബി ഡിസ്കസിങ് ഓൺ ഹാൻഡ്ലിംഗ് സെക്കൻഡറി ഇൻസൾട്ട്സ് ഇൻ സെറിബ്രൽ പാൾസി അറ്റ് ഹോം. അതാണ് നമ്മുടെ ഒരു ടോപ്പിക്കായിട്ട് വരുന്നത്. അതുപോലെ GMFCS 5 എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാം. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഒന്നുകൂടെ നമുക്ക് അതിലൂടെ ഒന്ന് റിഫ്രഷ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നു. സെറിബ്രൽ പാൾസിയുടെ നാച്ചുറൽ പ്രോഗ്രഷൻ അത് എങ്ങനെയാണ് എന്നുള്ളത് അതും GMFCS ഗ്രേഡ് 5 പ്രോഗ്രഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് നിങ്ങളുടെയും കൂടെ ഇൻപുട്ട്, കാരണം എന്നേക്കാൾ കൂടുതൽ ഈ കാറ്റഗറി ആളുകൾ, ഹോം ബേസ്ഡ് കാറ്റഗറി ഒരു കാറ്റഗറിയിലുള്ള ആളുകൾ നിങ്ങളായിരിക്കും കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇൻപുട്ടും ഞാൻ അതിൽ പ്രതീക്ഷിക്കുകയാണ്. സെക്കൻഡറി ഇൻസൾട്ട്സ് ഇൻ ജനറൽ എന്തൊക്കെയാണ്, അതെങ്ങനെയാണ് വരുന്നത്, അതെങ്ങനെയാണ് ഇന്റൻസിഫൈ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. പാലിയേറ്റീവ് കെയറിനകത്ത് ഉള്ള അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫിസിയോതെറാപ്പി ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. അതുപോലെ ഹൗ ടു മേക്ക് ഇറ്റ് ഈസി ഫോർ ദം അറ്റ് ഹോം, അതാണ് നമ്മുടെ പാലിയേറ്റീവ് കെയറിനകത്ത് നമ്മൾ ഒന്ന് വിൽ യൂസ് ഡിഫറെൻറ്റ് സൈറ്റ്സ് ഓഫ് ഗാഡ്ജറ്റ്സ് അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഉപയോഗിക്കാം. അത് എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഡിലേയബിൾ അല്ലെങ്കിൽ പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു 8 കോമൺ ഇൻസൾട്ട്സിനെ കുറിച്ചും നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഞാൻ ഹോസ്പിറ്റലിൽ കാണുന്ന, അത് സെക്കൻഡറി പാലിയേറ്റീവിൽ നിന്ന് റെഫർ ചെയ്ത് വരുന്ന, മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് റെഫർ ചെയ്ത് വരുന്ന കുട്ടികളിൽ നിന്ന് ഞാൻ കാണുന്ന, എനിക്ക് തോന്നുന്നു പ്രിവെന്റ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള
ഒരു 8 കോമൺ ആയിട്ടുള്ള പ്രിവെന്റബിൾ സെക്കൻഡറി ഇൻസൾട്ട്സും കൂടി എന്തെല്ലാം എന്ന് നമുക്കൊന്ന് അസസ് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് കരുതുന്നു. ദിലീപ് സർ, ഓക്കെ. ഫസ്റ്റിലെ നമ്മുടെ GMFCS എന്നുള്ളത് എന്താണ്? ഗ്രോസ് മോട്ടോർ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പല പ്രസന്റേഷൻസും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഒരു സെർബ്രൽ പാൾസി ബാധിച്ച ഒരു കുട്ടി നമ്മുടെ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഫിസിയോതെറാപ്പി PMI വിദഗ്ധൻ ആരുടെയോ മൈക്ക് അതൊന്ന് ആരുടെ മൈക്ക് ഓണാണ്, അതൊന്ന് മ്യൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. ഓക്കെ. അപ്പം ആരുടെ മൈക്ക് നമ്മൾ കോഹോസ്റ്റ് ആരാണ്? ഓക്കെ. ഏതൊരു സെർബ്രൽ പാൾസി ബാധിതരായ ഒരു കുട്ടി നമ്മുടെ അടുത്തോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടിയെ യൂഷ്വലി നമ്മൾ 5 കാറ്റഗറീസ് ആയി ഡിവൈഡ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അത് 1 to 5 എന്നുള്ളൊരു കാറ്റഗറിയിലാണ് നമ്മൾ പെടുത്താറ്. വേറെ 1 എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നടക്കാനും അതുപോലെ തന്നെ സ്റ്റെയർ കേസ് കയറാനും വിത്ത് സം സബ്സ്റ്റൻസ് ഇൻ ഹാൻഡ്, അങ്ങനെ ഇൻഡിപെൻഡന്റ് നടക്കാൻ പറ്റുന്ന കുട്ടികളാണ് 1 എന്നുള്ള കാറ്റഗറിയിൽ പെടുത്തുക. അവരാണ് ഏറ്റവും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുട്ടികൾ, മിനിമലി അഫക്റ്റഡ് വിത്ത് സെർബ്രൽ പാൾസി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ എക്സ്ട്രീം എൻഡ് ആണ് GMFCS 5 എന്നുള്ള കാറ്റഗറി. അതിനകത്ത് ഒരു കുട്ടി ടോട്ടലി ഡിപെൻഡന്റ് ആണ് എല്ലാ കാര്യത്തിനും, ഈവൻ സെൽഫ് കെയറിന് പോലും കുട്ടിക്ക് ഒരു പുറമെ നിന്ന് ഒരാളുടെ സഹായം വേണ്ടി വരും. ഇതാണ് നോർമലി GMFCS 1ഉം 5ഉം. ഇതിനിടയിൽ വരുന്ന മറ്റുള്ള ഡിഫറെന്റ് ഇന്റൻസിറ്റീസ് ഓഫ് ഡിസീസ് ആണ് നമ്മൾ GMFCS 2, 3 and 4. ഇത് എല്ലാവർക്കും അറിയാം, നമ്മൾ പല പ്രാവശ്യവും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്നുള്ളതാണ് എൻ്റെ ഒരു ഊഹം. എല്ലാവർക്കും അറിയുന്ന കാര്യമാണുള്ളത് അല്ലേ? ഇതിൽ തന്നെ നിങ്ങളൊരു പാലിയേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്നല്ല നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് GMFCS 5 എന്ന കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളാണ്. അതായത് ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ സംവൺ എൽസ്. ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളായിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നുണ്ടാവുക. ഇവരെയാണ് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് ട്രീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറ്. ഇപ്പൊ യൂഷ്വലി ഇങ്ങനത്തെ കുട്ടികൾക്ക് ബേസിക് കെയർ പോലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല കാരണങ്ങൾ കൊണ്ട് ബേസിക് കെയർ പോലും അവരെ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. പലപ്പോഴും ഈ ഒരു കാറ്റഗറിയിലോട്ട് മേ ബി ഒരു 3, 4, 5 വർഷം മുമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഈ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികൾ എന്ന് പറഞ്ഞാൽ GMFCS 4 പെട്ടതായിരിക്കാം. അത് പ്രോഗ്രസ് ചെയ്തിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി വേഴ്സൺ ചെയ്തിട്ട് അത് കുറച്ചും കൂടി ഡിറ്റീറിയേറ്റ് ചെയ്തിട്ട് GMFCS 5 എത്തിയതായിരിക്കാം. അതിന് പല കാരണങ്ങളുമുണ്ട്. അത് നമ്മൾ ഈ ഒരു ഇതിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പം ഈ 5 എന്നുള്ള ഞാൻ റെഡ് മാർക്ക് കൊണ്ട് ആരോ ഇട്ടതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്ന ഒരു ടാർഗറ്റ് പോപ്പുലേഷൻ ഇന്നത്തെ ഒരു സെഷനിൽ. ഐ ഹോപ്പ് ഐ എം ക്ലിയർ. എങ്ങനെയാണ് ഒരു GMFCS 5 എന്നുള്ള കാറ്റഗറിയിലെ കുട്ടികൾ അവരുടെ നാച്ചുറൽ പ്രോഗ്രഷൻ എങ്ങനെയാണ്? നാച്ചുറലി നമ്മൾ ഗ്രോസ് ആയിട്ടൊരു ക്ലാസിഫിക്കേഷൻ, നമ്മുടെ ഒരു ക്രോസ് സെക്ഷൻ സ്റ്റഡി എടുക്കുകയെന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി, ഞാൻ എല്ലാവരും എന്ന് പറയുന്നില്ല, മോസ്റ്റ്ലി ഒരു 80% എബവ് ഈ കുട്ടികളെല്ലാം ഓഫൺ ടെട്രാപ്ലീജിക് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇപ്പൊ നമ്മൾ ക്വാഡ്രിപ്ലീജിയ എന്നുള്ള വാക്ക് പൊതുവെ നമ്മൾ ഉപയോഗിക്കാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ ടെട്രാപ്ലീജിയ എന്നുള്ള വാക്കാണ് ഇപ്പം മെഡിക്കൽ ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ കുട്ടികൾ ഈ GMFCS 5 വരുന്ന കുട്ടികൾ ഓഫൺ അവര് ഒരു ടെട്രാപ്ലീജിക് കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളായിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ള ഡിസീസ്, ഇപ്പൊ ഈ ടെട്രാപ്ലീജിയ എന്ന് യൂഷ്വലി നമ്മൾ പറയുന്നത് സ്പാസ്റ്റിക് കാറ്റഗറിയിൽ പെട്ട കുട്ടികളെയാണ്. അതിന് കൂടെ തന്നെ ഡിസ്റ്റോണിയ, അതുപോലെ തന്നെ അത്തറ്റോസിസ്, ഡിസ്കൈനേസിയ, അങ്ങനെയുള്ള ക്രോണിക് ഡിസബിലിറ്റീസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സിവിയർ ഡിസബിലിറ്റീസ്, ബേസൽ ഗാംഗ്ലിയൻ ഇൻസൾട്ട് ഒക്കെ കാരണം വരുന്ന കുട്ടികളെ നമ്മൾ യൂഷ്വലി GMFCS 5 കാറ്റഗറിയിലാണ് പെടുത്താറ്. അവർക്കും തന്നെ ഒത്തിരി കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതുപോലെ തന്നെ ഈ കാറ്റഗറിയിൽ വരുന്ന കുട്ടികൾക്ക് തന്നെ 2 അതോ അതിലധികമോ അസോസിയേറ്റ് സിംറ്റംസ് ഉണ്ടായിരിക്കും. മോസ്റ്റ്ലി മെന്റൽ റിട്ടാർഡേഷൻ, അതല്ലെങ്കിൽ ആ പേഷ്യന്റ് യൂഷ്വലി സം സോർട്ട് ഓഫ് ഓർത്തോപെഡിക് ഡിസബിലിറ്റി, അതല്ലെങ്കിൽ വിഷൻ അല്ലെങ്കിൽ ഹിയറിംഗുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡിസബിലിറ്റി, 2, 3 അതോ അതിലധികമോ ആയിട്ടുള്ള അസോസിയേറ്റ് സിംറ്റംസ് ഉള്ള ആളുകളായിരിക്കും മിക്കവാറും GMFCS 5 എന്നുള്ള കാറ്റഗറിയിൽ പെടുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഡിപ്പെൻഡൻസി ലെവൽ സാധാരണ മറ്റുള്ള ലെവലിലുള്ള കുട്ടികളെക്കാട്ടും കൂടുതലായിരിക്കും. അവർക്ക്
ഇനി സെക്കൻഡറി ഇൻസൾട്ട്സ് എങ്ങനെയാണ് വരുന്നത്, അതല്ലെങ്കിൽ അതെങ്ങനെയാണ് വേഴ്സൺ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡറി ഇൻസൾട്ട്സ് ആർ ഓഫൻ റിസൾട്ടഡ് ഇൻ ഒന്ന് ഇന്റൻസിറ്റി ഓഫ് ദ കണ്ടീഷൻ ബൈ ഇറ്റ്സെൽഫ്. നമ്മുടെ ബ്രെയിനകത്ത് എത്രത്തോളം ഇഞ്ചുറി വന്നിട്ടുണ്ട് അതിന്റെ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും കുട്ടിയുടെ പെരിഫറൽ കണ്ടീഷൻ. നമ്മൾ പലപ്പോഴും സെറിബ്രൽ പാൾസി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ടാകും സെറിബ്രൽ പാൾസീസ് നമ്പറിലെ ടേം വേർ വി യൂസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നത്, നമ്മുടെ ബ്രെയിനിനകത്ത് വരുന്ന സിംറ്റംസ് അല്ലെങ്കിൽ ബ്രെയിനിനകത്തുള്ള ഡിസീസ് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് വേഴ്സൺ. അത് ഒരിക്കലും ബ്രെയിനിനകത്ത് ഒരിക്കൽ സംഭവിച്ചത് വീണ്ടും അത് ഇന്റൻസിഫൈ ചെയ്യോ അതല്ലെങ്കിൽ അത് വേഴ്സൺ ചെയ്യോ ചെയ്യുന്നില്ല. പകരം എന്താണ്, അതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഇൻസൾട്ട് ആയിട്ട് അവിടെ ബ്രെയിനകത്ത് നിലനിൽക്കും. പക്ഷെ കുട്ടി വളരുന്നതിനനുസരിച്ച് നമ്മുടെ കുട്ടിയുടെ ഹൈപ്പർടോണിസിറ്റി കൂടും, അതുപോലെ തന്നെ ജോയിന്റിനകത്ത് അലൈൻമെന്റ് മാറിപ്പോവും, ബാലൻസ് ഇഷ്യൂസ് വരും, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി വരും. ഓക്കെ, ബ്രെയിനിനകത്തുള്ള ഇൻസൾട്ട് അതുപോലെ തന്നെ ബ്രെയിനിനകത്ത് ഒരു പ്രാവശ്യം ഒരു ഹൈപ്പോക്സിക് ഇഞ്ചുറി വന്നാൽ അത് ഇറ്റ് ഈസ് മോർ ഓർ ലെസ് സ്റ്റേബിൾ ആണ്, അതേപോലെ തന്നെ ഇരിക്കും. പക്ഷെ ഓരോ വർഷം കഴിയുന്നിടത്തോളം മറ്റുള്ള പെരിഫറലി കാണുന്ന നമ്മുടെ മസ്കുലർ സ്കെലറ്റൽ കണ്ടീഷൻസ് വേഴ്സൺ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഒന്ന് എത്രത്തോളം ഇന്റൻസ്ഡ് ആണ് ബ്രെയിൻ ഇഞ്ചുറി അതിനനുസരിച്ചിരിക്കും കുട്ടിയുടെ സെക്കൻഡറി ഇൻസൾട്ട്സ്. ഫോർ എക്സാമ്പിൾ ഹൈപ്പർടോണിസി അല്ലെങ്കിൽ സ്പാസിറ്റി അല്ലെങ്കിൽ ഡിസ്റ്റോണിയ, ഇതെല്ലാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ബ്രെയിൻ ഇഞ്ചുറി. സിമിലർലി സിസ്റ്റമിക് ഇൽനെസ് അതല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, എസ്പെഷ്യലി സീസേഴ്സ് ഉണ്ടെങ്കിൽ, എപ്പിലിപ്സി ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റുള്ള കൺജനൈറ്റൽ ആയിട്ടുള്ള മറ്റ് അസുഖങ്ങൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്തെല്ലാം സെക്കൻഡറി കോംപ്ലിക്കേഷനും അതുപോലെ തന്നെ സെക്കൻഡറി ഇൻസൾട്ട്സും നിങ്ങൾ കാണുന്ന ഈ സോ കോൾഡ് ഡിപ്പെൻഡബിലിറ്റി വളരെ കൂടാനുള്ള സാധ്യത ഉണ്ട്, എസ്പെഷ്യലി സീസർ ഡിസോർഡർ അല്ലെങ്കിൽ എപ്പിലിപ്സി ഡിസോർഡറുള്ള കുട്ടി. മറ്റൊരു വലിയ കാരണം അതായത് നമുക്ക് പ്രിവെന്റബിൾ ആയിട്ട് വരാവുന്ന അതല്ലെങ്കിൽ നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഇൻസൾട്ട്സ് അതല്ലെങ്കിൽ ഒരുപാട് സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് അത് വരാനുള്ള കാരണം എക്സസൈസസ് നെഗ്ലക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിട്ടുള്ള തെറാപ്യൂട്ടിക് റെജിം അത് നെഗ്ലക്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ടാണ്. എല്ലാ ദിവസവും ഈ കുട്ടിയെ ട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ കുട്ടിയെ വീട്ടിൽ അമ്മ നോക്കുക അതല്ലെങ്കിൽ അച്ഛൻ ഒരു എക്സസൈസ് പ്രോട്ടോകോൾ ചെയ്തു കൊടുക്കുക പലപ്പോഴും അത് സാധ്യമല്ലാത്തൊരു കാര്യമാണ് പൊതുവെ ആളുകൾക്ക്. അത് ഒന്ന് നോർമൽ ലെവലിൽ നമ്മളൊന്ന് ഷെഡ്യൂൾ ചെയ്താൽ, ഇപ്പം നമ്മൾ 5 നേരം നിസ്കരിക്കുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മൾ മറ്റുള്ള ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നുണ്ട്, ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പം അതിനെല്ലാം നമ്മൾ ഷെഡ്യൂൾ ചെയ്ത പോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന അല്ലെങ്കിൽ സെർവൽ പാൾസി ബാധിതരായ ഒരു കുട്ടിക്ക് വീട്ടിൽ കൊടുക്കുന്ന ഒരു എക്സസൈസ് നമ്മൾ ഷെഡ്യൂൾ ചെയ്താൽ 2 നേരം ഒരു കുട്ടിയെ എക്സസൈസ് ചെയ്യാൻ അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. അത് ചെയ്യാത്ത ആളുകൾക്ക് അതല്ലെങ്കിൽ അത് നെഗ്ലക്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് യൂഷ്വലി സെക്കൻഡറി ഇൻസൾട്ട്സ് അതല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. എൻ്റേത് മാത്രമല്ല പൊതുവെയുള്ള ഒരു ഒബ്സർവേഷൻ അങ്ങനെയാണ്. അത് മൂവ്മെന്റ് ആയിരിക്കാം, പോസ്ചർ ആയിരിക്കാം. പല കുട്ടികൾക്കും സ്കോളിയോസിസ് ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്, ഇതിന് സാധ്യതയുള്ള കുട്ടിയാണ്. പക്ഷേ അത് ഓഫൻ ഒരു 3 years 4 years കഴിഞ്ഞാൽ അതേ സ്കോളിയോസിസുമായിട്ട് അവർ വീണ്ടും കാണാൻ വരാറുണ്ട്. അപ്പം ഇതെല്ലാം നെഗ്ലക്റ്റഡ് കേസ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. മറ്റുള്ളൊരു കാര്യം, അത് എഗെയിൻ ഡിലേബിൾ ആയിട്ടുള്ള സംഭവമാണ്, ലിവർ ആം ഡിസീസ് എന്ന് പറയും അല്ലെങ്കിൽ ലോങ് ബോൺ ഡിസീസസ്. ബോണിനകത്ത് എസ്പെഷ്യലി ഫീമർ അതുപോലെ തന്നെ ടിബിയ ഇങ്ങനെ ലോങ് ബോൺസിനകത്ത് യൂഷ്വലി റൊട്ടേഷണൽ ഫോഴ്സ് വരുന്നത് കൊണ്ട് ഹിപ്പിനകത്ത് വരുന്നത് അല്ലെങ്കിൽ നീ ജോയിനകത്ത് വരുന്ന ആംഗിളിനകത്ത് വരുന്ന ബോൺസിനും അതുപോലെ അതിൻ്റെ അലൈൻമെന്റ്സ് ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ മസിൽസ് എങ്ങനെയാണോ ടൈറ്റൻ ആവുന്നത് അതല്ലെങ്കിൽ കൺട്രാക്ചർ വരുന്നത്, സിമിലർലി ബോൺ സെർട്ടൻ പൊസിഷൻ അഡോപ്റ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാറുണ്ടല്ലോ ഡബ്ല്യു സിറ്റിംഗ് നമ്മൾ ഒഴിവാക്കണം എന്ന് പറയാറുണ്ട്. ഒരുപാട് കുട്ടികൾ വളരെ ചെറുപ്പത്തിൽ ഫിസിയോസും അതുപോലെ തന്നെ നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും എല്ലാവരും പറഞ്ഞു കൊടുക്കുന്ന ഡബ്ല്യു സിറ്റിംഗ് ഒഴിവാക്കണം. കാരണം നമ്മുടെ ഹിപ്പിനകത്ത് വരുന്ന ആംഗുലേഷൻസും ഡിഫറൻസ് വരും, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ഇത് ഡബ്ല്യു സിറ്റിംഗ് അല്ലാതെ തന്നെ ഈ അൺവാണ്ടഡ് മസിൽ പുള്ള് അല്ലെങ്കിൽ മസിൽ ബാലൻസ് ചെയ്യാതെ പുള്ള് ചെയ്യുന്നതുകൊണ്ട് ലോങ് ബോൺസിൽ റൊട്ടേഷണൽ ഫോഴ്സ് വരും, ബോൺ തന്നെ അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് നമ്മൾ ലിവർ ആം ഡിസീസ് എന്ന് പറയുന്നത്. ഇതും ഒരു സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ആണ്. ടു സം എക്സ്റ്റെൻറ്റ് ദീസ് ആർ പ്രിവെന്റബിൾ. ഓക്കെ, അത് നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് അടുത്ത 2 സ്ലൈഡിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുട്ടിയുടെ ഹൈറ്റും അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നതും
സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂട്ടുവാൻ വളരെ സാധ്യത കൂടുതലാണ്. അത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. വെയിറ്റും ഹൈറ്റും കൂടുന്നതിനനുസരിച്ച് കുട്ടികളുടെ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് കൂടും. ഏറ്റിപ്പിക്കൽ വെയിറ്റ് ഷിഫ്റ്റ്സ്, അതല്ലെങ്കിൽ തീരെ വെയിറ്റ് ബെയർ ചെയ്യാത്ത ഒരാൾ. ഏറ്റിപ്പിക്കൽ വെയിറ്റ് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നേരായ രീതിയിൽ അല്ലാതെ വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യുന്ന ആളുകൾ ഏറ്റിപ്പിക്കൽ വെയിറ്റ് ഷിഫ്റ്റ് എന്ന് പറയും. ഇപ്പം നേരത്തെ പറഞ്ഞ സ്കോളിയോസിസ്, ഒരു കുട്ടിയെ നേരെ ഇരുത്തി ഒരു സെറിബ്രൽ പാൾസി ചെയറെല്ലാം കൊടുത്ത് അവരെ നേരെ ഇരുത്തണം എന്നൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഓട്ടോമാറ്റിക്കലി അവർ വീണ്ടും ആ ചെയറിന് എന്താണ് ഒന്നുകൂടി ഈസിനെസ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ അഡീഷണൽ സപ്പോർട്ടൊക്കെ ഒഴിവാക്കിയൊക്കെ കൊടുക്കാറുണ്ട്. പേരൻസ് അവരുടേതായ രീതിയിൽ ചെയ്യാറുണ്ട്. അത് ഓഫൻ റിസൾട്ട് ഇൻ എന്താ നമ്മൾ സ്കോളിയോസിസ് പോലുള്ള മറ്റ് ഷിഫ്റ്റ്സിലോട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ തീരെ വെയിറ്റ് ബെയർ ചെയ്യാത്ത കുട്ടികൾ, അവർക്കാണ് ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപൊറോസിസ് പോലുള്ള അസുഖങ്ങൾ വരാറുള്ളത്. അപ്പോൾ അതും ടു സം എക്സ്റ്റെന്റ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് ഒരു പൊതുവേ ഉള്ളൊരു ഒബ്സർവേഷൻ. പിന്നെ ഇതല്ലാതെ തന്നെ നമുക്ക് ഓരോ കുട്ടികൾക്കും വെവ്വേറെ ആയിട്ട് വരുന്ന ഒരുപാട് മിസ്ലേനിയസ് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് രണ്ട് എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ, കണ്ണിന് ഇഷ്യൂ ഉള്ള കുട്ടികൾ, കണ്ണ് ശരിക്കും കാണാത്ത കുട്ടികൾ, അവരിയ്ക്കുമ്പോഴോ നിൽക്കുമ്പോഴോ എല്ലാം തല കുറച്ച് മുന്നോട്ട് ഇങ്ങനെ, ഇപ്പം ഞാനിപ്പോൾ എന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇരിക്കുന്നിടത്ത് എൻ്റെ കണ്ണ് ശരിക്കും ക്ലിയർ അല്ലെങ്കിൽ ഞാൻ കുറേ മുന്നോട്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ ബാക്ക് ആർച്ചിങ് വരും. ഇങ്ങനെയുള്ള ഒരുപാട്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ട് വരുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ചില ഫോക്കസിങ് ഇഷ്യൂസ് ഉള്ള കുട്ടികൾ, കണ്ണ് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക്, രണ്ട് കണ്ണും വ്യത്യസ്തമായിട്ട് പവറുള്ള കുട്ടികൾ, അവർ ചിലപ്പോൾ ഇങ്ങനെ ഇരിക്കും, കുറച്ച് ഒരു ഭാഗത്തോട്ട് ചെരിഞ്ഞ് ഇരുന്നാലേ അവർക്ക് കാണുള്ളൂ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി മസ്കുലോസ്കെലറ്റൽ പ്രോബ്ലം റിലേറ്റഡ് ടു നെക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ കുട്ടികൾക്കും വ്യത്യസ്തമായിട്ടും വരാറുണ്ട്. ഇൻ ജനറൽ ആണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനത്തെ ഈ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓരോ കുട്ടികൾക്കും അഡീഷണൽ ആയിട്ട് വേറെയും വരാറുണ്ട് എന്ന് ചുരുക്കത്തിൽ പറയാം. ഇനി ഫിസിയോതെറാപ്പിയുടെ ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് എന്ന മേഖലയിൽ വർക്ക് ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു GMFCS 5 കാറ്റഗറിയിൽ പെട്ട കുട്ടികൾക്ക് എന്തെല്ലാമാണ് നിങ്ങളുടെ ഫിസിയോതെറാപ്പിയുടെ ഒബ്ജക്റ്റീവ്സ്? അവരെ ട്രീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരെ കെയർ, ട്രീറ്റ് എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അവരെ കെയർ ചെയ്യുന്നതിൽ നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മോർ ഓർ ലെസ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ GMFCS 5 വരുന്ന സർജിക്കൽ പ്ലാനും അല്ലെങ്കിൽ സർജിക്കൽ ഒബ്ജക്റ്റീവും ഫിസിയോതെറാപ്പി ഒബ്ജക്റ്റീവും മോർ ഓർ ലെസ് സെയിം ആണ്, ഒരേ കാര്യം തന്നെയാണ്. ഒരു കുട്ടിയെ GMFCS 5 എന്ന കാറ്റഗറിയിൽ ഒരു കുട്ടി എന്തിനാണ് സർജറി ചെയ്യുന്നത്, സെയിം ഒബ്ജക്റ്റീവ് തന്നെയാണ് ഫിസിയോതെറാപ്പി പാലിയേറ്റീവ് കെയറിലും ഈ ഒരു കുട്ടിക്ക് വരുന്നത് എന്നുള്ളതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഷ്യൻറ്റിൻ്റെ പെയിൻ പ്രിവെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ പേഷ്യൻ്റെ ഡിസ്കംഫർട്ട് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു ഫിസിയോ എന്ന നിലയിൽ നമ്മുടെ ഒരു കുട്ടിയെ കാണുമ്പോൾ നമ്മൾ ആ കുട്ടിയുടെ മോട്ടോർ ഡിസ്റ്റർബൻസസ് മാത്രമേ ശ്രദ്ധിക്കപ്പെടാറുള്ളൂ. അത് എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുണ്ടെങ്കിലും ഇപ്പം ഒരു തെറപ്പിസ്റ്റ് പോലും കുട്ടിക്ക് സെൻസറി ഇൻസൾട്ട്സിൽ വരുന്ന അല്ലെങ്കിൽ സെൻസറി ഇഷ്യൂസ്, പെയിൻ ഇൻക്ലൂഡിങ് പെയിൻ ആൻഡ് മറ്റുള്ള ഡിസ്കംഫർട്ട്, അത് സാധാരണഗതിയിൽ അഡ്രസ്സ് ചെയ്യാതെ പോവുക ചെയ്യുക. അപ്പൊ യൂഷ്വലി ഈ ഒരു പെയിൻ കാരണം കുട്ടിക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാവാം, പെയിൻ കാരണം കുട്ടിക്ക് മറ്റുള്ള പോസ്റ്റൽ ഇഷ്യൂസ് ഉണ്ടാവാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഒരു വൺ ഓഫ് ദ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു 5 എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന കുട്ടിയെ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡിസ്കംഫർട്ട് അസോസിയേറ്റ് വിത്ത് പെയിൻ, അതല്ലെങ്കിൽ കാര്യങ്ങൾ കൊണ്ടുള്ള ഡിസ്കംഫർട്ട് ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ കെയറിങ്, സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ഈസി ചെയ്ത് കൊടുക്കുക എന്നുള്ളത്, എസ്പെഷ്യലി അവർ ടോയ്ലറ്റിംഗ് ആക്ടിവിറ്റീസ്, അവർ ഹൈജീൻ ആക്ടിവിറ്റീസ്, ഫുഡിങ് ആൻഡ് ട്രാൻസ്ഫറിങ് ആക്ടിവിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കുക. പല സമയത്തും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ ഒരു വീട്ടിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഒരുപാട് NGOസും ഒരുപാട് ഗവൺമെന്റ് അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ട് നമ്മൾ ഒരു പർട്ടിക്കുലർ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ പല കാര്യങ്ങൾക്കും, എസ്പെഷ്യലി ടോയ്ലറ്റിംഗ് പോലുള്ള കാര്യങ്ങൾക്ക്, ബേത്തിങ് പോലുള്ള കാര്യങ്ങൾക്ക് നമുക്ക് കുറച്ചും കൂടി ഈസിനെസ് അവർക്ക് കൊണ്ടുവരാൻ പറ്റും. എസ്പെഷ്യലി കുട്ടി കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഒരു 15, 16, 17 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയുടെ ഹൈറ്റും വെയിറ്റും ഒക്കെ കൂടുന്ന സമയത്ത് ഹാൻഡ്ലിങ് ഈസ് ഡിഫിക്കൽട്ട്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എസ്പെഷ്യലി ഗാഡ്ജറ്റ്സ് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കണം. അത് അവർക്ക് അഫോർഡബിൾ ആണോ വാങ്ങിക്കണം, അതല്ലെങ്കിൽ ഒരുപാട് NGOസും അതുപോലത്തെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ നമ്മുടെ നാട്ടിൽ. അപ്പം അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നമുക്ക് അതിനെക്കുറിച്ച് 1-2 ഡിസ്കഷൻസ് വരുന്ന സ്ലൈഡ്സിലുണ്ട്. പിന്നെ അതുപോലെ ടു ഇംപ്രൂവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ടെറിഷറി, നമ്മൾ യൂഷ്വലി ഫിസിയോ എന്ന നിലയിൽ നമ്മൾ പ്രൈമറി കോംപ്ലിക്കേഷൻസ് പഠിച്ചിട്ടുണ്ട്,
secondary complications പഠിച്ചിട്ടുണ്ട്. There are tertiary complications also. It is secondary complications കഴിഞ്ഞ് again there are tertiary complications. സെക്കൻഡറിയിൽ നിൽക്കാതെ ടെറിഷറിലോട്ട് പോകുന്ന കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ വി ആർ ഇംപ്രൂവിങ് ദർ ഹെൽത്ത്. അതാണ് നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ അത് മൂന്നാമത് വരുന്ന അല്ലെങ്കിൽ ഒരു ആഫ്റ്റർ സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് വരുന്ന കോംപ്ലിക്കേഷൻസിനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഇറ്റ് സെൽഫ് ഇസ് പ്രിസർവിങ് ഹെൽത്ത് അല്ലെങ്കിൽ ഇംപ്രൂവിങ് ഹെൽത്ത്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ബെറ്റർ ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെയ്തു കൊടുക്കുക. അതിൽ നമ്മൾ വളരെ ക്രിയേറ്റീവ് ആയിരിക്കണം. അത് ഒരു വിൽ ഡിസ്കസ് ഓൺ ദാറ്റ്. ഇനി നമ്മൾ ഓരോ ഒബ്ജക്റ്റീവ് നമുക്ക് 4 ഒബ്ജക്റ്റീവ് നമുക്ക് സെപ്പറേറ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം, നിങ്ങളുടെ ഇൻപുട്സ് എന്നോട് ഷെയർ ചെയ്യാം. നമ്മളൊരു ആളുകളുടെ എങ്ങനെയാണ് നമ്മൾ പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് എങ്ങനെ പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഒബ്ജക്റ്റീവ്. ഹൗ ടു ചൂസ് മൊഡാലിറ്റീസ്. നമ്മൾ യൂഷ്വലി പെയിൻ റിലീവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് ഡിഫറെൻറ്റ് ഫിസിയോതെറാപ്പറ്റിക് മൊഡാലിറ്റീസ് കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഹീറ്റ് തെറാപ്പി കൊടുക്കാറുണ്ട്, അതായത് ബാഗ്സ്, നമ്മുടെ ചൂടുവെള്ളം പിടിക്കാൻ പറയാറുണ്ട്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് IR കൊടുക്കുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഡിഫറെൻറ്റ്. ചില ആളുകൾ ടെൻസ് അതല്ലെങ്കിൽ ഇലക്ട്രോതെറാപ്പറ്റിക് മൊഡാലിറ്റീസ് കൊടുക്കാറുണ്ട്. ചില ആളുകൾ ഐസിങ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ചില ഫിസിയോസ് ഐസിങ് പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. സോ ഹൗ ഡു വി ചൂസ്? നമ്മൾ എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും വ്യത്യസ്തമായ രീതിയിലുള്ള മൊഡാലിറ്റീസ് പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത്. എൻ്റെ ഒരു ഒബ്സർവേഷൻ, ഞാൻ മോസ്റ്റ്ലി പേഷ്യൻസിനോട് പറയാറ് ലെറ്റ് ദം ഗോ ഫോർ ഹീറ്റ് തെറപ്പി. എന്തെങ്കിലും ഒരു ചൂടുള്ള വസ്തു, ഇപ്പോൾ ഹീറ്റിംഗ് പാഡ് ആണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ഒരു ഹോട്ട് ബാത്ത് ആണെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹോട്ട് ബാഗ് കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങൾ പേഷ്യൻസിന് ആ പെയിൻഫുൾ ആയിട്ടുള്ള സൈറ്റിൽ അല്ലെങ്കിൽ ഇൻ ആൻഡ് അറൗണ്ട് ദ മസിൽ ആൻഡ് ജോയിന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ദ പേഷ്യന്റ് ഗെറ്റ് സം സോർട്ട് ഓഫ് റിലാക്സേഷൻ വിത്ത് പെയിൻ. അത് എനിക്ക് റിസൾട്ട്സ് കിട്ടാറുണ്ട്. ചില കുട്ടികൾ അതിന് ചിലപ്പോൾ ചൂട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ സമ്മതിക്കില്ല, അതല്ലെങ്കിൽ മേ ബി സം അതർ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് ബുദ്ധിമുട്ട്. അങ്ങനത്തെ കേസുകൾ മാത്രമേ ഞാൻ ടെൻസ് പോലുള്ള മൊഡാലിറ്റീസ് കൊടുക്കുള്ളൂ. എസ്പെഷ്യലി ടെൻസ് സെർബൽ പാൾസിയിൽ കൊടുക്കുന്നത് വളരെ അപൂർവമായിട്ടാണ്. ടെൻസ് വാസ് ഗോട്ട് അഡ്വാൻറ്റേജ്, സംശയമില്ല. ഒന്ന്, അത് സൊഫിസ്റ്റിക്കേറ്റഡ് ആണ്. സെക്കൻഡ്, ഇറ്റ് ഹാസ് ഗോട്ട് സം ഒരു ഹൈ ടെൻസ് പോലുള്ള സംഭവങ്ങൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി സ്പാസിറ്റിയിൽ ചെറിയൊരു ഡിഫറൻസ് വരാറുണ്ട്, ചെറിയ റിഡക്ഷൻ വരാറുണ്ട്. അതിന് ഡോസിമെട്രിയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഏകദേശം 1 hour ടെൻസ് കൊടുത്താൽ സ്പാസിറ്റി കുറയാൻ, ഹൈ ടെൻസ് കൊടുത്താൽ 80 Hz എബോവ് കൊടുത്താൽ സ്പാസിറ്റി കുറയുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്, സ്റ്റഡീസ് ഉണ്ട്. അപ്പം ബട്ട് അഗെയിൻ 1 hour ടെൻസ് കൊടുക്കുക, സ്പാസിറ്റി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം പ്രാക്ടിക്കൽ ആണെന്നുള്ള കാര്യം അറിയില്ല. ഭയങ്കരമായിട്ട് ടൈറ്റ് ആയിട്ട് കിടക്കുന്ന അതുപോലെ മസിൽ സ്റ്റിഫ്നെസ് വന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. ടെൻസ് കൊടുത്തിട്ട് ഹൈ ടെൻസ് കൊടുക്കുക 1 hour. അത് ഒരു വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പോക്കറ്റ് ടെൻസ് പോലെ എന്തെങ്കിലും കൊടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതർവൈസ് ഐ യൂഷ്വലി പ്രിഫർ ഹീറ്റ് തെറാപ്പി, ഹീറ്റ് ഹോട്ട് ബാഗ്സ് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ യൂഷ്വലി ഐ ഗെറ്റ് റിസൾട്ട്സ്. അതുപോലെ തന്നെ ചില തെറാപ്പിസ്റ്റുകൾ അവർ ഐസിങ്ങും കൊടുക്കാറുണ്ട്. ഐസിങ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ യൂഷ്വലി ലീസ്റ്റ് പ്രിഫറൻസ് ആണ് ഞാൻ ഐസിങ്ങിന് കൊടുക്കാറ്. കാരണം ഐസിങ് യൂഷ്വലി ഇറ്റ് ഗീവ്സ് നമുക്കൊരു വളരെ ഒരു ബാഡ് ഫീലിംഗ്, അത് നമുക്കൊരു സെൻസേഷൻ ഭയങ്കര ഹാർഡായിട്ടായിരിക്കും യൂഷ്വലി നമുക്ക് തന്നെ ഫീൽ ചെയ്യുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളൊരു കുട്ടിക്ക് എസ്പെഷ്യലി അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഐസിങ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. ഹൈറ്റ് യൂഷ്വലി ഗീവ് സം സോർട്ട് ഓഫ് റിലീഫ് ഇൻ സ്പാസം. സംശയമൊന്നുമില്ല, ചില ആളുകൾ പ്രിഫർ ചെയ്യാറുമുണ്ട്. പക്ഷേ യൂഷ്വലി ഐ ഡു നോട്ട് പ്രിഫർ ദാറ്റ് ഇൻ ദോസ് കേസസ്. ഇൻ സ്പാസിറ്റി, ഇൻ കുട്ടികൾക്കുള്ള സ്പാസിറ്റി കേസിൽ കൊടുക്കാറില്ല. പിന്നെ ചില പൊസിഷൻസ്, എസ്പെഷ്യലി കുട്ടികൾക്ക് ഹിപ്പ് ഡിസ്ലൊക്കേഷൻ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക്, അതുപോലെ തന്നെ കുട്ടികളുടെ ആന്റീരിയർ പെൽവിക് ടിൽറ്റ്, ഇതൊരു വളരെ കോമൺ ആയിട്ടുള്ള സംഭവമാണ്. പെൽവിസ് ആന്റീരിയറിലോട്ട് ടിൽറ്റ് ചെയ്ത് നമ്മുടെ കുട്ടി ഒന്ന് കിടത്തി നോക്കിയാൽ തന്നെ അവരുടെ ബാക്ക് എല്ലാം ആർച്ച് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ആന്റീരിയർ പെൽവിക് ടിൽറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമ്മൾ യൂഷ്വലി വെഡ്ജസ് കൊടുക്കാറുണ്ട്. ഞാൻ എല്ലാത്തിനും പുറകെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടത് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അവിടെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിൽ കണ്ടുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ് വിത്ത് ദ ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ മൈ സ്ലൈഡ്. അപ്പം പൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെഡ്ജസ് യൂസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അഡക്ടർ സ്പേസം ഉള്ള കുട്ടികൾ അബ്ഡക്ഷന് വേണ്ടി വെഡ്ജസ് യൂസ് ചെയ്യാറുണ്ട്. അത് സം റിലാക്സേഷൻ കൊണ്ടുവരാറുണ്ട്. എസ്പെഷ്യലി ഒരു ചെറിയ ഹിപ്പ് ഫ്ലെക്ഷനും അബ്ഡക്ഷനും കൂടി കൊടുത്താൽ ചെറിയൊരു റിലാക്സേഷൻ കൊണ്ടുവരാറുണ്ട്. പേഷ്യന്റ് ദേ ഫീൽ ബെറ്റർ. ചില കുട്ടികൾക്ക് നമ്മൾ സ്കിൻ ട്രാക്ഷൻസ് കൊടുക്കാറുണ്ട്. നിങ്ങൾ എത്ര പേര് സ്കിൻ ട്രാക്ഷൻസ് വീട്ടിൽ ചെയ്യാറുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ വി ഓഫൺ ഡു ഇൻ അവർ
we often prescribe in our hospital. Skin traction, especially ഒരു ഡിസ്ലൊക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ലക്സ്ഡ് ആയിട്ടുള്ള ഹിപ്പൊക്കെ കുട്ടികൾക്ക് ഒരു സ്കിൻ പിന്നെ ജോയിന്റിന്റെ പൊസിഷൻ അപ്രോക്സിമേറ്റ് ചെയ്ത് വെച്ചുകൊണ്ട്, അതായത് അവർക്ക് ഭയങ്കരമായിട്ട് ഇന്റേണൽ റൊട്ടേഷനോ അല്ലെങ്കിൽ വൈഡായിട്ട് എക്സ്റ്റേണൽ റൊട്ടേഷനോ ഇല്ലാതെ അപ്രോപ്രിയേറ്റ് പൊസിഷനിൽ വെച്ചൊരു സ്കിൻ ട്രാക്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേ ഗെറ്റ് സം സോർട്ട് ഓഫ് റിലീഫ്. ഓക്കെ, അങ്ങനെയുള്ള സ്കിൻ ട്രാക്ഷൻസ് കൊടുക്കാറുണ്ട്. എത്ര പേര് നിങ്ങൾ ചെയ്യാറുണ്ടെന്ന് എനിക്കറിയില്ല. ആക്ച്വലി സ്കിൻ ട്രാക്ഷൻ ഇസ് ഈസി പ്രൊസീജിയർ, പാരന്റ്സിന് പഠിപ്പിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ. വീട്ടിൽ ആരെങ്കിലും കുറച്ച് മുതിർന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാവുന്ന ഒരു ടെക്നിക്കേ ഉള്ളൂ. സോ അറ്റ്ലീസ്റ്റ് സം ഒക്കെ ബോഡി വെയിറ്റിന്റെ ഒരു 5% to 7% വെയിറ്റ് കൊടുത്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ സ്കിൻ ട്രാക്ഷൻ കൊടുത്താൽ കുറേ കൺട്രാക്ചേഴ്സും ഒത്തിരി ജോയിന്റ് ഇഷ്യൂസും നമുക്ക് അതിൽ തന്നെ റെഡ്യൂസ് ചെയ്യാം. സ്പാസും സ്പാസിറ്റി രണ്ടും കുറെ കുറയ്ക്കാം. സം കംഫർട്ട് ദ പേഷ്യന്റ് വിൽ ഗെറ്റ് വിത്ത് സ്കിൻ ട്രാക്ഷൻ. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റി. പല ആളുകളും അവർക്ക് വീടുകളിലുള്ള കെയർ ടേക്കേഴ്സിന്റെ കംഫർട്ട് നോക്കിയിട്ട് ഈ കുട്ടികൾ കിടക്കുന്ന ആ ടേബിൾ അതല്ലെങ്കിൽ അവരുടെ കോട്ട് ഒരുപാട് ഉയർത്തി വെക്കുന്ന ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ പല ആളുകളും ചെയ്യുന്നുണ്ട്. കട്ടിലിനടിയിൽ കല്ലെല്ലാം വെച്ച് ഒരുപാട് ഉയർത്തി വെച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി പിന്നെ പൊതുവെ അവരുടെ കട്ടിൽ കുറച്ച് വീതി കുറഞ്ഞ കട്ടില്, പിന്നെ കട്ടിൽ കിടക്കുന്ന ഭാഗം എന്തോ അവര് ഭയങ്കര ഹാർഡായിട്ട് സൂക്ഷിക്കുക. ചില ആളുകൾ അതിനകത്ത് വാട്ടർ ബെഡ് കൊടുക്കാറുണ്ട്, എയർ ബെഡ് കൊടുക്കാറുണ്ട്, തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് ജെൽ ബെഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ പല ആളുകളും പല പ്രിഫറൻസും കൊടുക്കാറുണ്ട്. ആക്ച്വലി ഇതിന് യൂണിഫോമിറ്റി ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ എൻ്റെ ഒരു ഒബ്സർവേഷനകത്ത് കുട്ടിയെ കുറേ കൂടി താഴ്ത്തി പിന്നെ കിടത്തി കഴിഞ്ഞാൽ, അത് അധികം ഉയരമില്ലാത്ത താഴ്ത്തി കിടത്തി കഴിഞ്ഞാൽ അവരുടെ ടേണിങ്ങും അതുപോലെ തന്നെ അവരുടെ ട്രാൻസ്ഫറിങ്ങും ഷിഫ്റ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളൊരു ഗാഡ്ജറ്റുമായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി സ്കിൽഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ മുകളിലുള്ള സ്പാസിറ്റിയും അതുപോലുള്ള ഈ ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസും സ്പാസിറ്റി അതെല്ലാം ഒത്തിരി കുറയ്ക്കാമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഒരു പരിധി വരെ വാട്ടർ ബെഡ്, എയർ ബെഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ വീണ്ടും പറഞ്ഞു, അത് അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പാസിറ്റിയുടെ ഇൻഫ്ലുവൻസ് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് കുറയാനുള്ള സാധ്യത ഉണ്ട്. കാരണം വാട്ടർ ബെഡിനകത്ത് കിടക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫോർ എ ഫൺ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഒരു വാട്ടർ ബെഡിൽ നമ്മൾ ആരെങ്കിലും ഒന്ന് കിടന്നു നോക്കണം, അല്ലെങ്കിൽ എയർ ബെഡിൽ ഒന്ന് കിടന്നു നോക്കണം. ഭയങ്കര ഡിസ്റ്റർബൻസ്. കാരണം ഒരു വീടിനകത്ത് കെയർ ചെയ്യുന്ന ഒരാൾ വന്നിട്ട് വാട്ടർ ബെഡിന്റെ ഒരു ഭാഗം അമർത്തുമ്പോഴേക്കും ആ ഒരു വേവിങ് ബോഡിക്ക് മൊത്തം അല്ലെങ്കിൽ കുട്ടിക്ക് മൊത്തം കിട്ടുകയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ വീണ്ടും അവരുടെ ബോഡിക്കകത്ത് സ്പാസിറ്റി കൂടി ചെയ്യുന്നത്. സിമിലർലി എയർ ബെഡ് അതിങ്ങനെ വീർത്ത് വരും, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ലൂസാവും. ആ ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഇത് വരുന്നത് മിക്കവാറും ആളുകൾ കുട്ടിയെ കെയർ ചെയ്യാൻ വരുന്ന ആളുകൾ വാട്ടർ ബെഡിൽ ഇരിക്കുക അതല്ലെങ്കിൽ എയർ ബെഡിൽ ഇരിക്കുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇവർ ഓട്ടോമാറ്റിക്കലി ആ വൊബ്ലിങ് വരുന്നതോടുകൂടി ഇവർക്ക് പല ഡിസ്കംഫർട്ട്സും ഉണ്ടാവാറുണ്ട്. അപ്പം അത് ആസ് ഫാർ ആസ് പോസിബിൾ അത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഒരു കംഫർട്ടിന് നല്ലത്. ഇൻ കേസ് പ്രഷർ സോർ, ബ്ലഡ് സോർ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ ഡോണറ്റ് പില്ലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം വാട്ടർ ബെഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ ഒരു ഒബ്സർവേഷനത്തെ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ നമുക്ക് വി ഹാവ് സംതിങ് കോൾഡ് എസ് എ റോഹോ ബെഡ്. ആക്ച്വലി ഞാനത് ഇവിടെ കമ്പനിയുടെ പേരാണ് റോഹോ എന്നുള്ളത്. യു കൻ ജസ്റ്റ് സീ ദാറ്റ് ഇഫ് ദിസ് ഈസ് സംതിങ് ലൈക്ക്, ഇതൊരു കമ്പനി പേരാണ് റോഹോ എന്നുള്ളത്. ആക്ച്വലി ദിസ് ഈസ് നമ്മൾ ഇതിനകത്തൊരു കുട്ടി ഇതിന്റെ ബെഡ് ഉണ്ട്. അപ്പൊ വാട്ട് യു കൻ സീ ഇസ് ലൈക്ക് ഒരു പൂവിന്റെ ഇതള് പോലെ അല്ലെങ്കിൽ ഒരു മൊട്ടിട്ട് വരുന്ന ഒരു പൂവിന്റെ പോലെ തന്നെയാണ് ഇതിന്റെ ഒരു എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഇരിക്കുമ്പോഴോ കിടക്കുമ്പോഴോ അത് ഒരു പ്രത്യേക രീതിയിൽ അത് വൈഡായിട്ട് പോകും, അതല്ലെങ്കിൽ അത് ബോഡി വെയിറ്റ് അബ്സോർബ് ചെയ്യും. ഇതിനകത്ത് ഒരു ഭാഗത്ത് വരുന്ന പ്രഷർ ഓട്ടോമാറ്റിക്കലി അടുത്ത ഭാഗത്തോട്ട് ട്രാൻസ്ഫർ ആവുന്നില്ല. സോ നമുക്കൊരു പേഷ്യൻസിന് യൂഷ്വലി ഇങ്ങനെയുള്ള ഒരു ബെഡിൽ ഇത് ഓഫ് കോഴ്സ് ദിസ് ഇസ് എ കോസ്റ്റ്ലി, ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. നിങ്ങൾക്ക് കാണാം, ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന പേഷ്യൻസിന് നമ്മളിത് പറഞ്ഞു കൊടുക്കുക, റോഹോ ബെഡ് പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ ഇതിന് ഇന്ത്യൻ മോഡൽസും ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 60,000 50,000 ഒക്കെ വരും. പക്ഷെ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. യൂഷ്വലി ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് സോക്കാൾഡ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പ്രഷർ സോർ അങ്ങനത്തെ മറ്റുള്ള ഇഷ്യൂസ് എല്ലാം വളരെയധികം കുറയ്ക്കാൻ പറ്റും. കോസ്റ്റ്ലി ആണ്, പക്ഷെ യു ക്യാൻ ജസ്റ്റ് ട്രൈ ദ ഇൻസ്റ്റെഡ് ഓഫ് ഇഫ് അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് റോഹോ ബെഡ് പോലത്തെ ബെഡുകൾ നിങ്ങൾ ചെയ്തു പറഞ്ഞു കൊടുക്കുക. ദിസ് ഈസ് ബെറ്റർ എഞ്ചിനീയർഡ്. അപ്പോൾ ഓട്ടോമാറ്റിക് അതുമായി ബന്ധപ്പെട്ടുള്ള റിസൾട്ട്സും ബെറ്റർ ആണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ സ്പ്ലിൻസ് യൂസ് ചെയ്യുന്ന ഒരുപാടുകളുണ്ട്.
ഞാൻ പലപ്പോഴും മുമ്പും നമ്മുടെ പ്രസന്റേഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മുടെ ഫിസിയോതെറാപ്പി പ്രസന്റേഷനകത്ത് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സ്പ്ലിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് 2 ഡിഫറെന്റ് സ്പ്ലിൻസ്. അത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നൈറ്റ് സ്പ്ലിന്റ് എന്നുള്ള കാറ്റഗറിയും ആക്ടിവിറ്റി സ്പ്ലിന്റും നമ്മൾ ഒരിക്കലും കമ്പൈൻ ചെയ്യരുത്. പകല് നടക്കാൻ ഉപയോഗിക്കുന്ന സ്പ്ലിന്റ് അല്ല നമ്മൾ രാത്രി രാത്രി കൊടുക്കുന്ന സ്പ്ലിന്റ്. ഇറ്റ് ഷുഡ് ബി ലൈറ്റ് ആൻഡ് ഇറ്റ് ഷുഡ് ബി ഹാവിങ് സം സോർട്ട് ഓഫ് റൊട്ടേഷണൽ ഫോഴ്സ്. ഒരുപാട് സമയം കിടക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ലോങ് ബോൺസിനകത്ത് കുറച്ച് റൊട്ടേഷൻസ്, കറക്റ്റീവ് റൊട്ടേഷൻസ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനത്തെ സ്പ്ലിന്റാണ് നൈറ്റിൽ. വേറാസ് നമ്മുടെ വെയിറ്റ് ബെയറിംഗ് സ്പ്ലിന്റിനകത്ത് വെയിറ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ജോയിന്റിന് സപ്പോർട്ട് കൊടുക്കുന്നത് ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. അത് വെർട്ടിക്കൽ സപ്പോർട്ട്സിനകത്ത് വെയിറ്റ് ഷിഫ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ആംഗുലേറ്റഡ് ആണ്, അതിനകത്ത് മിനിമൽ മൂവ്മെന്റ് പോസിബിൾ ആയിരിക്കണം. ആൻഡ് ഓൾസോ നമ്മൾ AF ഒക്കെ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 5 ഡിഗ്രി പ്ലാന്റർ ഫ്ലെക്ഷനിലോട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. നേരെ മറിച്ച് നമ്മളൊരു നൈറ്റ് സ്പ്ലിന്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി ഇൻ പെർപെൻഡിക്കുലർ, അതൊരു സ്റ്റേബിൾ സ്പ്ലിന്റ് ആയിരിക്കണം, ഒരിക്കലും ഡൈനാമിക് സ്പ്ലിന്റ് കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങൾ അപ്പോൾ പല ആളുകളും തെറ്റായിട്ട് കൊടുക്കാറുണ്ട്. സ്പ്ലിന്റും ആക്ടിവിറ്റി സ്പ്ലിന്റും അതുപോലെ തന്നെ നൈറ്റ് സ്പ്ലിന്റും കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഒരെണ്ണമായിട്ട് കൊടുക്കാറുണ്ട്. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമേ എന്നുള്ള കാര്യം ഇവിടെ പറയാം. അടുത്തത് നമ്മൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ അവരുടെ സെൽഫ് കെയറും മറ്റുള്ള കാര്യങ്ങൾക്കും ഇത് കൊടുക്കുക, നമ്മൾ എങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. വാട്ട് യു മീൻ ബൈ ഫെസിലിറ്റേഷൻ? ഫെസിലിറ്റേഷൻ ഇസ് നത്തിങ് ബട്ട് എനിത്തിങ് ടു മേക്ക് ഇറ്റ് ഈസി. അപ്പം പല കാര്യങ്ങളും ഇതൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസിൽ പഠിച്ച കാര്യങ്ങൾ, ഒരിക്കലും ടെക്സ്റ്റ് ബുക്കിനകത്തല്ല. കുറച്ചൊരു വലിയ ആള്, അതായത് സെർബൽ പാൾസി ബാധിതരായിട്ടുള്ള, അല്ലെങ്കിൽ സെർബൽ പാൾസി എന്നല്ല, എന്ത് ന്യൂറോളജിക്കലി ഡിസേബിൾഡ് ആയ ഒരാളും കുറച്ച് വലിയ മുതിർന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ കുളിപ്പിക്കാൻ, അതല്ലെങ്കിൽ അവരുടെ ടോയ്ലറ്റിംഗ് ആക്ടിവിറ്റീസ്, തീരെ എണീക്കാൻ പറ്റുന്നില്ല, ടോട്ടലി ബെഡ്രിഡൻ ഒരാൾ, അവരുടെ ടോയ്ലറ്റിംഗ് ആക്ടിവിറ്റി, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ യൂഷ്വലി പാലിയേറ്റീവ് സെക്ടറിനകത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത് മെഷ്ഡ് കോട്ടാണ്. കോട്ടിനകത്ത് ഒരുപാട് മെഷ് ആയിട്ടുള്ള ഒരു കോട്ടാണ്. സോ ദാറ്റ് അവർക്ക് അവിടെ തന്നെ ഇരുന്ന് കുളിപ്പിക്കാനും, ഒരു ഹാൻഡ് ഷവർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കുളിപ്പിക്കാനും, അവിടെ തന്നെ ടോയ്ലറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യിപ്പിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്. ഇത് നമ്മുടെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുന്നത്. ചില ആളുകൾ ഇത് പ്രിഫർ ചെയ്യാറില്ല. അത് അവരുടെ ഒരു ഹ്യൂമാനിറ്റി ബേസിലാണ്. അത് പല സമയത്തും അത് പ്രിഫർ, അവർ തന്നെ കിടക്കുന്നതോടെ തന്നെ വയറ്റുന്ന പോകുമെന്ന് പറഞ്ഞാൽ. അപ്പോൾ ചില ആളുകളെ നമുക്ക് ഉയർത്താൻ പറ്റില്ല, എസ്പെഷ്യലി മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള സെർബൽ പാൾസി ബാധിതരായിട്ടുള്ള വളരെ ഹെവി ആയിട്ടുള്ള ആളുകളൊക്കെ വീട്ടിനകത്ത് പലപ്പോഴും സ്ത്രീകൾ മാത്രം, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ, അല്ലെങ്കിൽ അത്ര തന്നെ ആരോഗ്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് പ്രിസ്ക്രൈബ് ചെയ്യാം. മെഷ്ഡ് കോട്ട് പ്രിസ്ക്രൈബ് ചെയ്യാം. ഇത് ഏകദേശം ഒരു 6,000 rupees ആണ് ഇതിന് റേറ്റ് വരുന്നത്. നമുക്ക് അത് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിക്കാവുന്നതേ ഉള്ളൂ. പണ്ടത്തെ വീടുകളിലെല്ലാം ഉണ്ടായിരുന്നു മെഷ്ഡ് ആയിട്ടുള്ള സോഫ സെറ്റ് കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഒരു മെഷ്ഡ് കോട്ട് നമുക്ക് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും അതിൽ തന്നെ നടക്കാം. ഫോളോഡ് ബൈ അവർക്ക് അതിനകത്ത് വേണമെങ്കിൽ ഒരു കിടക്കുക അല്ലെങ്കിൽ അങ്ങനെ വല്ലതും റോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, എഗൈൻ ഐ പുട്ട് എ ക്വസ്റ്റ്യൻ മാർക്ക്. യു മേ ഹാവ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അതുകൊണ്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ ഇട്ടിട്ടുള്ളത്. ഞാൻ എൻ്റെ റിവ്യൂ മാത്രമാണ് അവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ് സസ്പെൻഷൻ തെറാപ്പി സെറ്റിംഗ്. യു ക്യാൻ സീ ദിസ് പിക്ചർ. ഓക്കെ, നമുക്ക് മൂവബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ തെറാപ്പി അപ്പാരറ്റസ് അതുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണുമെങ്കിൽ, ഈ പിക്ചറിൽ കാണുന്നത് നമ്മുടെ ബെഡിനകത്ത് ഒരു 1 സൈഡഡ് ആയിട്ടുള്ള ഒരു സസ്പെൻഷൻ തെറാപ്പി യൂണിറ്റ്, ഒരു മെഷ് 1 സൈഡും ഒരു മെഷ് മുകളിലും, ഇങ്ങനെ റൂഫിങ്ങും അതുപോലെ തന്നെ ഒരു സൈഡിലും ഒരു മെഷ്, ഇങ്ങനെ സംഭവം കൊടുക്കുകയെന്നുണ്ടെങ്കിൽ കുട്ടി കിടന്ന് ചെയ്യുന്ന പല ആക്ടിവിറ്റീസിനും നമുക്ക് ഗ്രാവിറ്റേഷൻ എലിമിനേറ്റ് ചെയ്തുകൊണ്ട്, സസ്പെൻഷൻ ചെയ്തുകൊണ്ട് അവർക്ക് ഇതിനകത്ത് ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാം. ഈവൻ ഭക്ഷണം പോലും കഴിക്കാം. നിങ്ങളൊന്ന് ഓർത്ത് നോക്കും, ഇങ്ങനെ ഒരു ഫോൾഡബിൾ ആയിട്ടുള്ള ബെഡ് ഉണ്ട്. ആ ബെഡിനകത്ത് കുട്ടിക്ക് കൈ പൊക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അബ്ഡക്ട് ചെയ്തിട്ട് ഇനി ഫ്ലെക്സ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു സസ്പെൻഷൻ തെറാപ്പി യൂണിറ്റിന്റെ ഒരു സ്ലിംഗ് അവിടെ ആൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്ത് പറ്റും, ആ കുട്ടിക്ക് പല ആക്ടിവിറ്റീസും അതിൽ ചെയ്യാം. ടിവിയുടെ റിമോട്ട് മാറ്റാം, അതല്ലെങ്കിൽ ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാം. ഒരു ഓവർകോട്ട് ടേബിൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ വരുന്ന ലെവലിൽ എന്തെങ്കിലും എഴുതാൻ ചെയ്യാം. അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ സസ്പെൻഷൻ തെറാപ്പി യൂണിറ്റിന്റെ ഒരു മെഷ് നമ്മൾ സൈഡിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറ്റും. ഇത് മൊബൈൽ ആണെന്നുണ്ടെങ്കിലും അതിലെങ്കിൽ സൈഡിൽ ഫിക്സ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെ കാര്യം ചെയ്യാൻ ഇപ്പം എൻ്റെ ഒരു അറിവിൽ ഏകദേശം ഒരു 5,000 rupees താഴെ വരുള്ളൂ. സ്റ്റീലൊന്നും വേണ്ട. നമ്മൾ യൂഷ്വലി സാധാരണ ലോ ക്വാളിറ്റി, അത്ര ഹെവി ആയിട്ടുള്ളതൊന്നും വേണ്ടല്ലോ.
ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സ്റ്റീൽ ആക്ടിവിറ്റി മതി, ഇൻഡോർ അല്ലേ. അപ്പം അങ്ങനെയുള്ള കാര്യം ചെയ്യുന്നത് 5,000 റുപ്പീസിന് താഴെ വരുള്ളൂ. നിങ്ങളിത് പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. അതുപോലെ ട്രാൻസ്ഫർ യൂണിറ്റിനകത്ത് പലപ്പോഴും ഒരു കുട്ടിയെ എടുത്ത്, അതായത് ഞാൻ പറയുന്നത് കുട്ടിയെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് കുറച്ച് പ്രായമുള്ള, കുറച്ച് ഹെവി ആയിട്ടുള്ള ആളുകളെ, നിങ്ങൾ കാണുന്ന ആളുകൾ ഒക്കെ, അവരെ ലിഫ്റ്റ് ചെയ്യാൻ മെക്കാനിക്കൽ എയ്ഡ്സ് ഉണ്ട്. നമുക്ക് പല സമയത്തും അവരെങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ടോയ്ലറ്റിൽ ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വി ഹാവ് സംതിങ് കോൾഡ് ആസ് ഹോയർ ലിഫ്റ്റ്, അതില്ലെങ്കിൽ പേഷ്യൻ ലിഫ്റ്റ്സ് എന്ന് പറയും. ഓക്കെ, ഇത് ഈ പിക്ചർ കണ്ടിട്ടൊന്നും നമ്മുടെ ഇത് ഒത്തിരി കോസ്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കണം. ഇതൊക്കെ കോസ്റ്റ്ലി ആയിരുന്നു. ഒരു 4 വർഷം മുമ്പേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ളതായിരുന്നു. ഇതൊക്കെ ലക്ഷക്കണക്കിന് വിലയായിരുന്നു. പക്ഷെ ഇന്ന് ഇത് 25,000 to 28,000 ആ റേഞ്ചിൽ കിട്ടുന്നുണ്ട്. വളരെ ചീപ്പായിട്ട് മെക്കാനിക്കലായിട്ട്, അതായത് നമ്മൾ പിന്നെ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. റിമോട്ട് കൺട്രോളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് കൈകൊണ്ട് അവരതിനെ ഷിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ കൈകൊണ്ട് നമ്മൾ ടിൽ ടേബിൾ തിരിക്കുന്ന പോലെ നമ്മൾ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉയർന്ന് പിന്നെ അവർ പിന്നെ ടോയ്ലറ്റിൽ കൊണ്ട് വെക്കാം, അവിടുന്ന് പിക്ക് ചെയ്തിട്ട് വീണ്ടും ബാത്ത് ടബിൽ കൊണ്ട് വെക്കാം. അങ്ങനെ പറ്റുന്ന രീതിയിൽ ഒരു 25,000 to 28,000 അല്ലെങ്കിൽ 30,000 ഉള്ളിൽ തന്നെ വരുന്നുണ്ട്. ഇതിന് ഇനി അഫോർഡബിൾ അല്ലാത്ത കേസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് NGOസിന്റെ സപ്പോർട്ട്സ് എടുക്കാം. അതുപോലെ തന്നെ ഗവൺമെന്റിന്റെ വ്യത്യസ്ത സ്കീമുകൾ ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഐ തിങ്ക് യു ഷുഡ് ടെൽ യുവർ സെർബ്രൽ പാൾസി പാരന്റ്സ്, കുട്ടികളുടെ പാരന്റ്സിനോട് ഇത് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ വീൽ ചെയർസ് പല സമയത്തും എഗൈൻ ഇറ്റ്സ് എ വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടിൽറ്റിംഗ് സ്പേസ് വീൽ ചെയർ ഉണ്ട്. പല സമയത്തും നമ്മൾ പേഷ്യൻസിനെ എസ്പെഷ്യലി ഡിസ്റ്റോണിക് ആയിട്ടുള്ള സെർബ്രൽ പാൾസി അല്ലെങ്കിൽ സ്പാസ്റ്റിക് കോഡ്രി ആയിട്ടുള്ള ടെട്രാപ്ലേജി ആയിട്ടുള്ള 2 കൈയും 2 കാലും അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മളൊരു വീൽ ചെയറിന് ഒരു ഭാഗത്തോട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു കുട്ടിയെ ഒരു 360 ഡിഗ്രി ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എൻ്റെ ഒരു വീലിന്റെ വീൽ ചെയറിന്റെ ഒരു വീല് പുറകോട്ടും മറ്റേ വീൽ ചെയർ മുന്നോട്ടും കറങ്ങിയിട്ട് ആ പേഷ്യൻസിന്റെ വീൽ ചെയർ മൊത്തം കറങ്ങുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കുറച്ചുകൂടി ഈസി ആക്കി കൊടുക്കാൻ വി ഹാവ് സംതിങ് കോൾഡ് ടിൽറ്റിൻ വീൽ ചെയർ. അത് നമുക്ക് ആംഗുലേഷൻ, അതായത് ബാക്കിലോട്ട് വരുന്ന ആർച്ചും ഐഡന്റിറ്റി പിന്നെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ 360 ഡിഗ്രിയിലോട്ട് അത് ടേണും ചെയ്യും. അപ്പൊ വീൽ ചെയറിന്റെ മൂവ്മെന്റ് ഇല്ലാതെ തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇത് ഇലക്ട്രോണിക് വീൽ ചെയറിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ സാധാരണ നോർമൽ വീൽ ചെയറിലും അവൈലബിൾ ആണ്. ഇതിന്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും പറ്റുന്നതും ഇന്നത്തെ സിറ്റുവേഷനിലുണ്ട്. എഗെയിൻ ദിസ് കോസ്റ്റ് അറൌണ്ട് 20,000 to 25,000. ഇതും സെർബ്രൽ പാൾസി കുട്ടികൾക്ക്, എസ്പെഷ്യലി ദാറ്റ് ഫ്ലെക്ഷൻ, അപ്പർ ലിംബ് ഫ്ലെക്ഷൻ ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികൾക്ക് ഇത് നമുക്ക് കൊടുക്കാവുന്നതാണ്. വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് വിൽ വർക്ക് ഔട്ട് ഗുഡ് ഫോർ ദം. ഓക്കെ, അഗെയിൻ റിമെമ്പർ ദിസ് വൺ, ടിൽറ്റിൻ സ്പേസ് വീൽ ചെയർ. സ്റ്റാൻഡിങ് ഫ്രെയിം കോട്ട്, അത് രണ്ടും കൂടി ഒന്നിച്ച് വരുന്ന ഇതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കുട്ടി എഴുന്നേറ്റ് നിൽക്കാത്തത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ബോണിനകത്ത് വരുന്ന റൊട്ടേഷണൽ ഫോഴ്സ് വളരെ കൂടും. ഒരു കുട്ടി കിടക്കുക തന്നെയാണ്, അതല്ലെങ്കിൽ ഇരിക്കുക തന്നെയാണ്. ഓട്ടോമാറ്റിക്കലി ഇരിക്കുന്ന സമയത്തൊക്കെ ഒരു വിൻസെപ്റ്റ് പോലെ ഒരു ഭാഗത്തോട്ട് കുട്ടി ഇങ്ങനെ കാല് ഒരു ഭാഗത്തോട്ട് ട്രങ്ക് ഓപ്പോസിറ്റ് സൈഡിലോട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇത് സാധ്യത ഉണ്ടെന്നല്ല, നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണിത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കലി ബോൺ ഹെൽത്തും കുറവായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള കുട്ടികൾക്ക് കിടക്കുന്ന കോട്ട് തന്നെ, അവർ കിടക്കുന്ന കട്ടിൽ തന്നെ സ്റ്റാൻഡിംഗ് ഫ്രെയിം ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന പല കസ്റ്റമൈസ്ഡ് മോഡൽസും ഇന്ന് അവൈലബിൾ ആണ്. അത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇത് പിന്നെ ഒരു 50,000 പ്ലസ് വരും. പക്ഷെ നമുക്ക് ലോക്കലി ഒരു നല്ലൊരു പിന്നെ വെൽഡറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ അങ്ങനെ ഈ ജോലി ചെയ്യുന്ന സ്റ്റീൽ വർക്ക് ചെയ്യുന്ന ആളുകളെ കൊണ്ടോ അതിൻ്റെ ഒരു മോഡൽ പറഞ്ഞു കൊടുത്താൽ കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്റ്റാൻഡിംഗ് ഫ്രെയിം കം കോട്ട്. ഓക്കെ, നമ്മൾ സാധാരണ ടിൽ ടേബിൾ പോലെ തന്നെ അതിനിടയിൽ ഒരു പിന്നെ സ്ക്രൂയിങ് മെക്കാനിസം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ കോട്ട്. സോ ഈ വെയിറ്റ് ബെയറിംഗ് യൂഷ്വലി ഞാൻ എപ്പോഴും എൻ്റെ ഇന്റേൺസിനോട് പറയുന്നതാണ്, എൻ്റെ അടുത്ത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ വരുന്ന ആളുകളോട് പറയുന്നതാണ്, ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ ഇൻസൾട്ട് വന്ന ഒരാളെ എത്ര സമയം കൊണ്ട് നമുക്ക് വെർട്ടിക്കൽ പൊസിഷനിലോട്ട് എത്തിക്കാം, അത്രയും അവരുടെ റിക്കവറി കൂടും. ഞാൻ നിങ്ങളുടെ കേസ്, അതായത് നിങ്ങൾ പാലിയേറ്റീവ് കേസിൽ അവർക്ക് റിക്കവറി പ്രോമിസ് ചെയ്യല്ല, പക്ഷെ അവർക്ക് വരാവുന്ന, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് വരാവുന്ന ടെറിഷറി ഇമ്പാക്ട്സ് കുറയ്ക്കുക എന്നുള്ളത് അവർക്ക് റിക്കവറിക്ക് തുല്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്റ്റാൻഡിംഗ് ഫ്രെയിം പോലൊരു സംഭവം നിങ്ങൾ കോട്ടിലോട്ട് അറ്റാച്ച് ചെയ്യാന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപീനിയ, ഓസ്റ്റിയോപോറിസിസ്, അലൈൻമെന്റൽ ഇഷ്യൂസ്, ഈ പിന്നെ സ്ലൗച്ചിങ്, ബോഡി സ്ലൗച്ച് ചെയ്തു പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനത് കണ്ടിട്ടുണ്ട്, എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വളരെ സിമ്പിളായിട്ട് മെക്കാനിസമാണ്. പലപ്പോഴും നമ്മളൊരു
കുട്ടിയെ അതല്ലെങ്കിൽ കുറച്ച് മുതിർന്ന ഒരാളെ ഒരു കോട്ടിൽ നിന്നും നമ്മൾ ബെഡിൽ നിന്നും വീൽ ചെയറിൽ നിന്നും കമോട്ടിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് നമ്മൾ 2 കാലും നോക്കിയത് കക്ഷത്തിലൂടെ അല്ല ആക്സിലൂടെ കൈയിട്ടിട്ട് നമ്മൾ ഉയർത്തി ഇങ്ങോട്ട് വെക്കുക. ലിഫ്റ്റ് ചെയ്യുന്ന എനിക്കും ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടിക്കും 2 പേർക്കും ഒരേപോലെ തന്നെ അത് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം അവർക്കും ഒട്ടും കംഫർട്ടബിൾ ആവില്ല. നമ്മൾ തന്നെ ഓർത്ത് നോക്കിയാൽ നമ്മൾ ആരെങ്കിലും ലിഫ്റ്റ് ചെയ്തിട്ടൊന്ന് അപ്പുറം കൊണ്ടുവെക്കുന്നത് വി ഫീൽ സോ മച്ച് ഓഫ് റെസ്റ്റ്ലെസ്, അല്ലെങ്കിൽ നമ്മൾ അതൊരു നമുക്ക് വളരെ ഒരു എന്താണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്കൊരു ടോട്ടലി വെയിറ്റ് ബോൺ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റിംഗ് മെക്കാനിസമാണ് ബനാന ട്രാൻസ്ഫർ. ബനാന ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അത് ഒരു സ്ലൈഡിംഗ് ബോർഡാണ്. അത് 1500 രൂപ തൊട്ട് മുകളിലോട്ട് അതിന്റെ റേറ്റ് വരുന്നുണ്ട്, അതിന്റെ വെയിറ്റ് കപ്പാസിറ്റി അനുസരിച്ച്. വെറും 1500 രൂപ തൊട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. സോ ദിസ് ഈസ് കോൾഡ് ബനാന ട്രാൻസ്ഫർ സിസ്റ്റം. ഒരു ബനാനയുടെ ഷേപ്പിൽ, അതായത് ഉരുണ്ടിട്ടല്ല, ആ ഒരു ഷേപ്പിനകത്ത് ഒരു ബോർഡ്, ജസ്റ്റ് ഒരു ബോർഡ്, ആ ബോർഡിനകത്ത് ഒരു ഡിസ്ക് ഉണ്ട്. ആ ഡിസ്ക് മൂവ് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞാൻ ജസ്റ്റ് പിക്ചർ ഇട്ടെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് സെർച്ച് ചെയ്യാം. ഇപ്പൊ പേഷ്യന്റിനെ അതിലോട്ട് ഇരുത്തി കഴിഞ്ഞാൽ ബാക്കി അതങ്ങ് സ്ലൈഡ് ചെയ്ത് പോയിക്കോളും. നമുക്ക് ടിൽറ്റ് ചെയ്യാം, കാറിലോട്ട് ഇരുത്താം, കമ്മോട്ടിലോട്ട് ഇരുത്താം. അതേപോലെ തന്നെ തിരിച്ചും പേഷ്യന്റ് അതിനകത്ത് കയറ്റിട്ട് ഇങ്ങോട്ട് തള്ളിയാൽ വളരെ പെട്ടെന്ന് നമുക്ക് ഷിഫ്റ്റ് ചെയ്യും. പേഷ്യന്റ് വിൽ ഫീൽ മച്ച് മോർ കംഫർട്ടബിൾ ദാൻ ലിഫ്റ്റിംഗ് ഹിം ഫ്രം ദ ബെഡ് ടു ദ വീൽ ചെയർ. ഓക്കെ, അപ്പോൾ ഇത് ബനാന ട്രാൻസ്ഫർ സിസ്റ്റം വളരെ ചീപ്പായിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. 1500 രൂപ തൊട്ട് മുകളിലോട്ടുണ്ട്, ഓൺലൈൻ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഇറ്റ്. റെസിസ്റ്റേഴ്സ് പല പേരൻസിന്റെയും കംപ്ലൈന്റ് ആയിരിക്കും. കുട്ടി ഉറങ്ങുന്ന സമയത്ത് ആകെ ചുരുണ്ടുകൂടി കൈയും കാലെല്ലാം അങ്ങനെ മടക്കി ആണ് അവർ ഉറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടി നേരം വിളിക്കുന്ന സമയത്ത് എണീറ്റ് കഴിഞ്ഞാൽ അവരെ കൈയും കാലും ഒന്ന് നിവർത്താൻ കുറച്ച് പാടുപെടും. അതല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ആ ഫ്ലക്ഷൻ കൺട്രാക്ചർ ഭയങ്കര ബുദ്ധിമുട്ടായി വരാറുണ്ട് എന്നുള്ളത് പല പേരൻസും കംപ്ലൈന്റ് ചെയ്യുന്നതാണ്. ഇതിന് നമുക്ക് സ്ലീപ്പിംഗ് റെസിസ്റ്റേഴ്സ് ഉണ്ട്. സ്ലീപ്പിംഗ് റെസിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റമാണ്. അപ്പൊ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഞാൻ എൻ്റെ പേഷ്യൻസിന് പറഞ്ഞു കൊടുക്കാറുള്ളത്, ഒന്ന് അവർക്ക് നൈറ്റ് സ്പ്ലിൻസ് യൂസ് ചെയ്യാറുണ്ട്. അത് കുറച്ച് കഴിയുന്ന സമയത്ത് അവർക്ക് കുട്ടിയുടെ ഉറക്കമെല്ലാം ബുദ്ധിമുട്ടിക്കാറുണ്ട്. ചില ആളുകൾക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, കാലൊക്കെ മടക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, നമ്മൾ സാധാരണ വെൽക്രോ സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഷൂസ് എല്ലാം ഒട്ടിക്കുന്നല്ല, ബാഗെല്ലാം ഒട്ടിക്കുന്ന ആ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനം, ആ 2 തമ്മിൽ ഒട്ടുന്ന സംഭവം. അവര് രാത്രി കിടക്കുമ്പോൾ അവരിടുന്ന സ്പ്ലിന്റിന്റെ താഴെ വെൽക്രോ സ്ട്രാപ്പിന്റെ ഒരു ഭാഗവും, ഉറങ്ങാൻ കിടക്കുമ്പോൾ കട്ടിലിന്റെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഫുട്ട് എൻഡിനകത്ത് ഒരു വെൽക്രോ സ്ട്രാപ്പ് ഇങ്ങോട്ട് ഒട്ടിക്കുക. എന്നിട്ട് അത് തമ്മിൽ അങ്ങ് തട്ടിച്ചു വെക്കുക. കുറെ സമയം അതിൽ തന്നെ കിടന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കാലൊന്ന് സ്ട്രൈറ്റൻ ആവും. അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അത് വെൽക്രോ സ്ട്രാപ്പുമായി ബന്ധപ്പെട്ട് അത് നമുക്കിങ്ങനെ ഈ ഒരു വെബിനാറിലൂടെ അത് എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഒരുപാട് ലോ കോസ്റ്റ് എയ്ഡിങ് ഉണ്ട്. നമുക്ക് കൊറോണ എല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് നേരിട്ട് കാണുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരുപാട് ലോ കോസ്റ്റ് എയ്ഡിങ്സ് ഉണ്ട്. എസ്പെഷ്യലി വെൽക്രോ വെച്ചിട്ട് നമുക്ക് ഒരുപാട് ചെയ്യാം. കുട്ടിയുടെ കൈ ഉള്ളോട്ട് പിരിഞ്ഞു പോകുന്നതിന് നമുക്ക് സ്പ്ലിന്റ് ചെയ്യാം വെൽക്രോ വെച്ചിട്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്കത് നമുക്ക് ഡയറക്റ്റ്ലി അത് കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ തോന്നും. നെഗറ്റീവ് സിറ്റിംഗ് മുമ്പും പല ക്ലാസ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പോസിറ്റീവ് സിറ്റിംഗ് ആൻഡ് നെഗറ്റീവ് സിറ്റിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. എന്താണ് നെഗറ്റീവ് സിറ്റിംഗ്? നെഗറ്റീവ് സിറ്റിംഗിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ് നമുക്കത് നോക്കാം. നെഗറ്റീവ് സിറ്റിംഗ് നമ്മൾ ടോയ്ലറ്റിംഗ് ഇഷ്യൂ എന്നുള്ളത് കുട്ടികളെ കുറിച്ച് സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ്. അവർക്ക് എത്ര ആയാലും ഒരു വയറ്റിൽ നിന്ന് പോവാൻ എന്നുള്ളത് ഒരു ബുദ്ധിമുട്ട് എപ്പോഴും അവരുടെ ഒരു പ്രോബ്ലം തന്നെയാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഡിഫിക്കേഷൻ കുറച്ചുകൂടി സ്മൂത്തൻ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ് നെഗറ്റീവ് സിറ്റിംഗ്. നെഗറ്റീവ് സിറ്റിംഗ് ആക്ച്വലി നെഗറ്റീവ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ കാലിന്റെ മുട്ട്, നീ ജോയിന്റ് ഹിപ്പിന് മുകളിൽ വരുന്ന രീതി, അതാണ് നെഗറ്റീവ് സിറ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഈ ഒരു പൊസിഷനകത്താണ് കാലിന്റെ മുട്ട് ഹിപ്പിന് മുകളിൽ വന്നാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, കാലിന്റെ മുട്ട് ഹിപ്പിന് മുകളിൽ വന്നാൽ മാത്രമേ നമ്മുടെ ആനുവൽ റീജിയനകത്ത് വരുന്ന ആ ലിഗമെന്റ് റിലാക്സ് ചെയ്യുള്ളൂ. അപ്പൊ മാത്രമേ ഡിഫിക്കേഷൻ രക്തത്തിനകത്ത് നിന്ന് ഡിഫിക്കേഷൻ ഫീക്കസ് പുറത്തു പോവുള്ളൂ. ഓക്കെ, നിവർന്ന് നിൽക്കുന്ന നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിൽ കാല് 90 ഡിഗ്രിയിൽ പോരുന്നു. അല്ല, ചില ആളുകൾക്ക് സ്പാസിറ്റി കാരണം കാല് മടങ്ങൂല, കാല് സ്ട്രൈറ്റൻ ആയി നിൽക്കും. അങ്ങനെയുള്ള സംഭവം അവരുടെ റെക്ടൽ ഇവാക്വേഷൻ കംപ്ലീറ്റ് നടക്കുന്നില്ല. അപ്പൊ നീ ജോയിന്റ് ഉയർന്നു നിൽക്കുന്നിടത്തോളം റെക്ടൽ റീജിയൻ, ആനൽ റീജിയനിൽ വരുന്ന ലിഗമെന്റ് യൂഷ്വലി ലൂസ് ആവുന്നതോടുകൂടി ഗ്രാവിറ്റേഷണൽ അസിസ്റ്റൻസോട് കൂടി കുട്ടിയുടെ വയറ്റിൽ നിന്ന് ഡിഫിക്കേഷൻ വളരെ സ്മൂത്ത് ആയിട്ട് സംഭവിക്കും. അതിന് പറ്റുന്ന ഒരു ചെറിയൊരു മെത്തേഡാണ് അത്. ജസ്റ്റ് നമ്മുടെ വീടിനകത്തൊക്കെ ഉള്ള സാധാരണ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൂള്,
യൂറോപ്യൻ ക്ലോസറ്റ് ആയിരിക്കും മിക്കവാറും വിത്ത് ലോട്ട് ഓഫ് അസിസ്റ്റൻസ്. ഇവിടെയൊക്കെ റെയിലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടാവും കുട്ടികൾക്ക് വീട്ടിനകത്ത്. അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു ജസ്റ്റ് ഒരു സ്റ്റൂള് മുമ്പിൽ കൊടുത്താൽ, നമ്മൾ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന പലക എന്ന് പറയും, ഈ പലക ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവരുടെ മുട്ട് ഹിപ്പിന് മുകളിൽ വരും. അതോടെ ഓട്ടോമാറ്റിക്കലി അവരുടെ ഡെഫിക്കേഷൻ കുറച്ചുകൂടെ സ്മൂത്തനായിട്ടും ഫാസ്റ്റായിട്ടും സംഭവിക്കും. ഓക്കെ, സോ ഇത് നമുക്കൊരു പ്രാക്ടീസ് ചെയ്യണം, അവർക്ക് പറഞ്ഞു കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദം. ദാറ്റ്സ് വാട്ട് ഐ ഫീൽ. പിന്നെ നമ്മുടെ സ്കോപ്പ് ആൻഡ് പ്രാക്ടീസിൽ പെടാത്തൊരു കാര്യമാണ് BTT. BTT എന്ന് പറഞ്ഞാൽ ബോട്ടുലിനം ടോക്സിൻ തെറാപ്പി. ഓക്കെ, പല സമയത്തും നമ്മുടെ ഫിസിയോതെറാപ്പിസ്റ്റ് എന്നുള്ള നമ്മുടെ ഈ ഒരു പ്രൊഫഷണൽസ് BTT ഡിപ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളുടെ മൂവ്മെന്റ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടിയുടെ മൂവ്മെന്റ് ബെറ്റർ ആക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ റേഞ്ച് ഓഫ് മോഷൻ ബെറ്റർ ആക്കുക, സ്പാസിറ്റി കുറയ്ക്കുക, മസിലിന്റെ ഓപ്പോസിറ്റ് ഗ്രൂപ്പ് മസിൽ സ്ട്രെങ്ത് കൂട്ടുക. ഇതുമായി മൂവ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള തെറാപ്പികൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോട്ടോക്സിനെ ഡിപ്പെൻഡ് ചെയ്യുക. പക്ഷെ നിങ്ങളുടെ കേസുകൾ, അതായത് നിങ്ങളൊരു പാലിയേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ കേസിനകത്ത് അതെങ്ങനെയാ വരിക? BTT എങ്ങനെ ഹെൽപ്പ് ചെയ്യുക? ബേസിക് കെയർ, പൊസിഷനിങ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ബേസിക് കെയർ, എസ്പെഷ്യലി പിന്നെ കുറച്ച് വലിയ പെൺകുട്ടികളൊക്കെ അവർക്ക് ഈ മെൻസ്ട്രൽ പീരിയഡ്സ് ഒക്കെ വരുന്ന സമയത്ത് അവരുടെ കാലെല്ലാം അഡക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പാഡിങ്സും അതുപോലത്തെ അവർക്ക് ക്ലീനിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ഈ നമ്മുടെ പിന്നെ പെരിനിയൽ ക്ലീനിങ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പൊ കൺട്രാക്ചർ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ബൊട്ടുലിനം ടാക്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. ഓഫ് കോഴ്സ് നമ്മുടെ സ്കോപ്പ് ആൻഡ് പ്രാക്ടീസിൽ പെട്ടതല്ല, ബട്ട് വി ക്യാൻ ടേക്ക് എൻ ഒപ്പീനിയൻ ഫ്രം എ ഓർത്തോപെഡിഷ്യൻ, അതല്ലെങ്കിൽ ഫിസിയാട്രിയുടെ അതല്ലെങ്കിൽ ന്യൂറോളജിസ്റ്റിന്റെ ഒപ്പീനിയൻ എടുത്തു കഴിഞ്ഞാൽ മേ ബി ഇഫ് ദേ ഫീൽ സോ, ആ പേഷ്യന്റ് അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. To preserve and improve health, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡെയിലി തെറാപ്യൂട്ടിക് റെജിം ഇൻക്ലൂഡിംഗ് റേഞ്ച് ഓഫ് മോഷൻ ആൻഡ് സ്ട്രെച്ചിങ്, ഇത് നമ്മൾ വളരെ മുടങ്ങാതെ ചെയ്താൽ പേഷ്യന്റിന്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യന്റ് കാൽസിഫിക്കേഷൻ, അബ്നോർമൽ കാൽസിഫിക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ ഫൈബ്രോസിസ് ഒഴിവാക്കാം. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം. സോ ഇംപ്രൂവ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ടെറിഷറീസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ ദെൻ വി സേ ഇറ്റ്സ് എ ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത്. അതുപോലെ തന്നെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നമ്മൾ പലപ്പോഴും പല സിനിമകളിലും കണ്ടിട്ടുണ്ടാവും. സെർബൽ പാൾസി ബാധിതരായ ഒരു കുട്ടിന്റെ ഒരു കഥ പറയുന്നുണ്ടെങ്കിൽ മേ ബി ദേ ആർ യൂസിങ് എ ലോട്ട് ഓഫ് ഗാഡ്ജറ്റ്സ്. അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില പേരൻസ് ഈവൻ അഫോർഡ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും അവർക്ക് അത് കിട്ടാനുള്ള സോഴ്സസ് ഉണ്ടാവും. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ദേ ആർ സോഷ്യൽ ആനിമൽ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിലും അവർക്ക് അത് സ്പോൺസർ ചെയ്യാനോ അവർ ഹെൽപ്പ് ചെയ്യാനോ ഒരുപാട് ആളുകളുണ്ടാവും. സോ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ അറിവില്ലായ്മ കാരണം അവർക്ക് അത് കുട്ടിക്ക് കിട്ടാതിരിക്കരുത്. സോ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗാഡ്ജറ്റ്സ് ഉണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. ഏകദേശം ഒരു വർഷം മുമ്പ് വളാഞ്ചേരി ഭാഗത്ത് നിന്ന് ഒരു പേരന്റ് എൻ്റെ അടുത്ത് വന്നിരുന്നു. ആ കുട്ടി ആക്ച്വലി ഡിസ്റ്റോണിക് അത്തറ്റോയ്ഡ് CP ആണ്. അത്തറ്റോയ്ഡ് CP ഉള്ള കുട്ടിക്ക്, ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ കുട്ടിയുടെ മാത്രമല്ല അത്തറ്റോയ്ഡ് CPയുടെ എല്ലാ കുട്ടികളിലും അവർക്ക് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റിലോട്ടും ലെഫ്റ്റ് ഹാൻഡ് റൈറ്റിലോട്ടും ക്രോസ് ചെയ്യാൻ പറ്റില്ല. ഈ മിഡ് ലൈൻ ക്രോസിങ് അവരെ സംബന്ധിച്ചും വളരെ ലബോറിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ആണ്. ഈ ബോഡി ക്രോസിംഗ് എന്ന് പറഞ്ഞാൽ കൈ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ട് സൈഡിലോട്ടായിരിക്കും മൂവ്മെന്റ് മൊത്തം. ക്രോസിംഗ് ഓവർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ കുട്ടി ഇന്റലക്ച്വലി ഭയങ്കര ഷാർപ്പാണ്. അതുപോലെ തന്നെ കുട്ടിക്ക് പല കാര്യങ്ങളും ചെയ്യാം. കുട്ടിക്ക് പിന്നെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാം. ചില ഡിസ്റ്റോണിക് ഉണ്ട്, എസ്പെഷ്യലി അവൻ ടെൻസ്ഡ് ആയിരിക്കുന്ന സമയത്താണ് പിന്നെ ഇങ്ങനത്തെ ഡിസ്റ്റോണിക് മൂവ്മെന്റ്സ് കൂടുതൽ വരാം. അപ്പൊ അവരുടെ പേരന്റ് വന്നിട്ട് എന്നോട് പറഞ്ഞു, അവർക്ക് ഒരു കമ്പ്യൂട്ടറിന്റെ ഒരു സ്ക്രീൻ വേണം. പക്ഷെ അവർക്ക് ഈ കുട്ടിക്ക് കമ്പ്യൂട്ടറിന്റെ കീബോർഡ് അകത്തോട്ട് വെച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം മിഡ് ലൈനിൽ വെച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല. ഇതിനെക്കുറിച്ച് ഒരുപാട് സെർച്ച് ചെയ്തപ്പോഴാണ് സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീബോർഡിനുണ്ട്, കീബോർഡ് സ്പ്ലിറ്റിംഗ്. അതായത് ഞാൻ സെർച്ച് ചെയ്തുകൊണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഓഫ് കോഴ്സ് ഐ ടുക്ക് ഹെൽപ്പ് ഫ്രം എൻ്റെ NIT ഫ്രണ്ട്സിൻ്റെ ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലൈൻ. എന്താണ്, നമ്മൾ കീബോർഡിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു കീബോർഡിൽ ഒരു പോർഷൻ ഇവിടെയും ഒരു പോർഷൻ ഇവിടെയും, എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം, സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്യാം. ഇങ്ങനെ പറ്റുന്ന കീബോർഡ്സ് ഉണ്ട്. അതൊരു 32,000 റുപ്പീസായി. പേരന്റ് അത് അഫോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ സംഭവം മാനേജ്ഡ് അത് എവിടെ നിന്നൊക്കെ പുള്ളി ഒപ്പിച്ച് പുള്ളിക്കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്നുള്ള പിന്നീട് എനിക്ക് ഫോളോ അപ്പ് കിട്ടിയിട്ടില്ല. സോ ദർ ആർ ഗാഡ്ജറ്റ്സ് വിച്ച് ക്യാൻ ബി യൂസ് ടു മേക്ക് ഇറ്റ് ഹാപ്പി ലിവിങ്. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം ഇതിനെക്കുറിച്ച്. ഇത് ഒരു കമേഴ്ഷ്യൽ നെയിമാണ് ഹെഡ്പോഡ്. ഹെഡ്പോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 22,000-23,000 റുപ്പീസ് വരും. പല കുട്ടികളുടെയും പ്രശ്നം അവരുടെ ഹാൻഡെല്ലാം മൂവ് ചെയ്യുക, പക്ഷെ അവരുടെ കഴുത്ത് ഉറച്ചിട്ടില്ല. എന്തെങ്കിലും പല കാരണങ്ങളും അവർക്ക്
മേ ബി ദേ കൻ ഡു സം ആക്ടിവിറ്റി. പക്ഷെ അവരുടെ കഴുത്ത് നിവർന്ന് കിട്ടിയാൽ അവർക്ക് മറ്റുള്ള ആക്ടിവിറ്റീസ് കുറച്ചും കൂടി സ്മൂത്തനാവാൻ പറ്റും. അങ്ങനെയുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഹെഡ് പോഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊരു കമേഴ്ഷ്യൽ നെയിമാണ്. ഞാൻ ആക്ച്വലി ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പറയല്ല, ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പിക്ചർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു ജസ്റ്റ് ഒരു ബാൻഡ്, ഒന്നുമില്ല, ഒരു റിബൺ കെട്ടിയ പോലെ ഒരു ബാൻഡ്, അതിനെ സസ്പെൻഡ് ചെയ്യാൻ ഒരു മുകളിൽ നിന്ന് ഒരു ഹുക്കിംഗ് സിസ്റ്റം. ഇത് ചെയ്തോട് കൂടി ഈ സാധനം നമുക്ക് CP ചെയറിൽ വെക്കാം, വീൽ ചെയറിൽ വെക്കാം. ഓട്ടോമാറ്റിക്കലി കഴുത്ത് നിവരാത്ത അങ്ങനെ തൂങ്ങിക്കിടക്കുന്ന കുട്ടികൾ, എപ്പോഴും നെക്ക് കൺട്രോൾ ഇല്ലാത്ത കുട്ടികളെ നിവർത്തി വെക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തോട്ടും തല തിരിക്കാനും പറ്റും. ഇങ്ങനെയുള്ളൊരു പൊസിഷനിൽ വെച്ചിട്ടാണ് ഈ ഒരു കുട്ടിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഒബ്വിയസ്ലി ഈ ഒരു സംഭവം വെക്കുന്നതോട് കൂട്ടി കുട്ടി കുറേ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്നു. കുട്ടിക്ക് മേ ബി കുട്ടിക്ക് കുറച്ചുകൂടെ പുറത്തുമായിട്ട് ഔട്ട്സൈഡ് വേൾഡുമായിട്ട് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഓക്കെ, ദാറ്റ്സ് വൺ ഓഫ് ദ മെത്തേഡ്. Next one what we have is we have this body suit, the neoprene body trunk support. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രങ്ക് കൺട്രോൾ വളരെ വീക്കാണ് സെറിബ്രൽ പാൾസി കുട്ടികളിൽ, എസ്പെഷ്യലി സ്പാസ്റ്റിക് കുട്ടികളിൽ. അവിടെ കൈയും കാലും ഭയങ്കര ടൈറ്റ്, ഭയങ്കര ക്ലച്ചിങ് ആയിരിക്കും, കാലെല്ലാം കംപ്ലീറ്റ്ലി ഭയങ്കര സ്പാസ്റ്റിക് ആയിരിക്കും. നമ്മൾ കാല് എടുക്കാനും മടക്കാനൊന്നും പറ്റില്ല. പക്ഷെ അവരെ ട്രങ്ക് നോക്കുകയാണെങ്കിൽ യൂഷ്വലി മോസ്റ്റ് ഓഫ് ദം സിറ്റ് സ്ലൗച്ച് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഇരിക്കുക. നമ്മൾ അവരൊന്ന് പൊങ്ങാൻ പറഞ്ഞാൽ, മുകളിലോട്ട് നോക്കാൻ പറഞ്ഞാൽ അവരിങ്ങനെയൊക്കെ ഭയങ്കര പാടുപെട്ടിട്ടാണ് അവർ ഉയർന്നു പൊങ്ങുക. ഇങ്ങനെയുള്ള പല സിറ്റുവേഷൻസും നമ്മൾ കാണാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ നിയോപ്രിൻ ട്രങ്ക് സപ്പോർട്ട്. ഇതും എഗെയിൻ ഡിഫറെൻറ്റ് ക്വാളിറ്റി ഉണ്ട്, ഓൺലൈനിൽ അവൈലബിൾ ആണ്. യു ക്യാൻ ജസ്റ്റ് ചെക്ക് ദ പ്രൈസസ് ആൻഡ് യു ക്യാൻ, ഇഫ് ഇറ്റ്സ് അഫോർഡബിൾ യു ക്യാൻ ഗിവ്. ഇത് ബോഡി ടൈറ്റ് ആയിരിക്കണം, നമുക്ക് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ ഷോൾഡറിൻ്റെ ഇമ്മൊബിലൈസറൊക്കെ പോലെ തന്നെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം, പക്ഷേ ബോഡി ടൈറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഇത്. സോ ട്രങ്ക് സപ്പോർട്ടിന് അത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, എഗെയിൻ വി ഹാവ് ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ട് പല കുട്ടികളും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടെട്രാപ്ലേജി ആയിരിക്കണം എന്നില്ല എല്ലാ ആളുകളും. മോസ്റ്റ് ഓഫൻ ടെട്രാപ്ലേജിക് ആയിരിക്കും GMFCS ഗ്രേഡ് 5-ല്, ബട്ട് ദർ ആർ സം അതേഴ്സ് ഓൾസോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് പിന്നെ യൂഷ്വലി ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വീൽ ചെയർസും അവൈലബിൾ ആണ് ഇന്ന് മാർക്കറ്റിൽ. സോ യു കെൻ ജസ്റ്റ് ട്രൈ യൂസിങ് ഇറ്റ് ദീസ് തിങ്സ്. ഐ തിങ്ക് ദിസ് ദ ലാസ്റ്റ് സ്ലൈഡ്, സെക്കൻഡ് ലാസ്റ്റ് സ്ലൈഡ് ഐ തിങ്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പിന്നെ ഒബ്സർവേഷനകത്ത് 8 ഡിഫറെൻറ്റ് ഡിലേബിൾ ഇൻസൾട്ട്സ്, അതായത് സെക്കൻഡറീസ് ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്നാണ് കൺട്രാക്ചർ. ആസ് യു നോ, നമ്മളൊരു സ്പാസ്റ്റിറ്റിയുടെ നേച്ചർ ഓഫ് ഇത് പഠിക്കുന്ന കോഴ്സ് പഠിക്കുകയെന്നുണ്ടെങ്കിൽ ഇറ്റ് ആൾവേസ് ഗിവ് യു സം സോർട്ട് ഓഫ് സിനർജി. ആ സിനർജിയെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് PNF സ്ട്രെച്ചിങ് പോലത്തെ സ്ട്രെച്ചിങ് ഇനീഷ്യൽ ഡേയ്സിൽ അതിൽ നമുക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ സ്ട്രെച്ചിങ്, ആദ്യം PNF പോലത്തുള്ള ഗ്രൂപ്പ് സ്ട്രെച്ചിങ്, അത് വിട്ടുപോയോ ദെൻ വിൽ ഗോ ഫോർ ഇൻഡിവിജ്വൽ മസിൽ സ്ട്രെച്ചിങ്. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയണത്, നമ്മുടെ ഒരു കുട്ടിയെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഗ്രൂപ്പ് സ്ട്രെച്ചിങ്, ഫങ്ഷണൽ സ്ട്രെച്ചിങ് ആയിരിക്കും കൊടുക്കുക. യൂഷ്വലി നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യാറ്. ദെൻ അതിൽ നിന്ന് ആ സമയത്ത് നമ്മൾ കുട്ടി നമ്മുടെ അടുത്ത് എത്തിയില്ല, നമ്മൾ പിന്നീടാണ് കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നിങ്ങളുടെ സ്റ്റേജിൽ ഈ പിന്നെ പാലിയേറ്റീവ് സെക്ടറിനകത്ത് ഇൻഡിവിജ്വൽ മസിൽ സ്ട്രെച്ചിങ് ആണ് ഏറ്റവും ബെറ്റർ. സോ കൺട്രാക്ചർ ഇസ് സംതിങ് ലൈക്ക് വി ക്യാൻ പ്രിവെന്റ്. ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പ്. ഇന്റേണൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ റൊട്ടേഷൻ്റെ എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് കാണുന്ന ഒരു സിനാരിയോ ആണ് എക്സ്റ്റേണൽ റൊട്ടേഷൻ ഓഫ് ഹിപ്പ്. അതായത് ഗ്ലൂട്ടിയസ് മാക്സിമസ് വീക്ക് ആയിരിക്കും എന്നുള്ളതാണ് ഈ കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം. ഗ്ലൂട്ടിയസ് മസിൽസ്, കാരണം അവർ എഴുന്നേറ്റ് നിന്നിട്ടില്ല, അവർ നടന്നിട്ടില്ല, ഓട്ടോമാറ്റിക്കലി ഗ്ലൂട്ടിയൽ മസിൽ വീക്ക് ആയിരിക്കും. സോ ഇന്റേണൽ റൊട്ടേഷൻ അൾട്ടിമേറ്റ്ലി റിസൾട്ട് ഇന്റേണൽ റൊട്ടേഷൻ, അതുപോലെ ആംഗുലേഷൻ ചേഞ്ച് ചെയ്യും. ഇന്റേണൽ റൊട്ടേഷൻ എത്രത്തോളം നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം, അതായത് നമുക്ക് സ്പ്രിന്റ് യൂസ് ചെയ്യാം, we can go for wedges, we can go for abductors ആയിട്ടുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ഇന്റേണൽ റൊട്ടേഷൻ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് ലോവർ ലിമിറ്റ് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് മെത്തേഡ് യൂസ് ചെയ്തോളൂ, ഐ പേഴ്സണലി പ്രിഫർ സ്പ്ലിൻഡിങ് എക്സ്റ്റേണൽ റൊട്ടേഷൻ സ്പ്ലിൻഡിങ്, ഡി റൊട്ടേഷൻ സ്പ്ലിൻഡിങ് കൊടുക്കുകയാണ്. അതാണ് യൂഷ്വലി ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഡി റൊട്ടേഷൻ സ്പ്ലിൻഡ് കൊടുക്കുക. ഇന്റേണൽ റൊട്ടേഷൻ കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കിടക്കുന്ന കുട്ടികൾക്ക് പോലും ആ വരുന്ന പോയിന്റ്, ടോസ് ഒക്കെ പോയിന്റ് ചെയ്ത് വരുന്നത്, പിന്നെ നമ്മുടെ കാലെല്ലാം വളരെ ഇങ്ങനെ പിന്നെ വിരലുകളെല്ലാം ഇങ്ങനെ പോയിന്റ് ചെയ്ത് വരുന്നതൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതല്ലാതെ അത് സ്ട്രെച്ച് ചെയ്തിട്ട് TS സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ്. ഇന്റേണൽ റൊട്ടേഷൻ കുറയ്ക്കാതെ TS സ്ട്രെച്ച് ചെയ്തിട്ട് യാതൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളതാണ്. വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ
കാണുന്നത്. അത് പാലിയേറ്റീവ് മേഖലയിൽ മാത്രമല്ല, നമ്മുടെ റീഹാബിലിറ്റേഷൻ മേഖലയിലും പ്രിവെന്റീവ് മേഖലയിലും അതുപോലെ ക്യൂറേറ്റീവ് മേഖലയിലും എല്ലാ മേഖലയിലും കാണുന്ന വലിയൊരു പ്രശ്നമാണ്. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന നിലയിൽ പല സമയത്തും പല ഫിസിയോസും ഫെയിൽ ആവുന്ന ഒരു സംഭവമാണ് TA സ്ട്രെച്ചിങ്. ടെൻഡൻ ഓഫ് അച്ചിലിസ് അല്ലെങ്കിൽ നമ്മൾ കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. പക്ഷെ അത് പല ആളുകളും അത് ഫെയിൽ ആവുന്നുണ്ട്. ഫെയിൽ ആവുക മാത്രമല്ല, അവരുടെ TA സ്ട്രെച്ചിങ് കാരണം കുട്ടിക്ക് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട്. അതിലൊന്നാണ് പ്ലാനോ വാൽഗസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല കുട്ടികളുടെയും കാല് എവേർട്ടഡ് ആയിട്ട് നിൽക്കുന്നത്. കുട്ടി വെയിറ്റ് ബെയറിംഗ് ചെയ്യലും മീഡിയൽ പോർഷൻ ഓഫ് ദ ഫൂട്ടിന്റെ മീഡിയൽ പോർഷനിലാണ് കിട്ടാറുള്ളത്. ഒരു ഓർത്തോപെഡീഷ്യന്റെ അടുത്ത് നിങ്ങൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ സെർവൽ പാൾസി കാണുന്ന ഒരു ഓർത്തോപെഡീഷ്യന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ഫുഡ് ഡിഫോമിറ്റീസുമായിട്ടായിരിക്കും കുട്ടികൾ. ഹിപ്പുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ അവരുടെ അടുത്ത് ഒരു കുട്ടി നടക്കുന്ന ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അവരുടെ അടുത്ത് ചെല്ലുന്ന ഡിഫോമിറ്റീസ് വെച്ച് പോകുന്നത് ഫുഡ് ഡിഫോമിറ്റീസ് വെച്ചിട്ട്. കാരണം എന്താണ്, നമ്മുടെ മീഡിയൽ മാല്യൂലസിന്റെ താഴ്ഭാഗം കൊണ്ട് അത് കുത്തിക്കൊണ്ട് കുട്ടി നടക്കുന്നു. പല ആളുകളും മീഡിയൽ ആർച്ചൊക്കെ കൊടുത്ത് കുട്ടികൾ ഇത് ചെയ്യാൻ നോക്കും. മീഡിയൽ ആർച്ച് കൊടുക്കുന്നതോടുകൂടി വീണ്ടും അവർ TA സ്ട്രെച്ച് ചെയ്യും. ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്, TA സ്ട്രെച്ച് എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് യൂഷ്വലി ജസ്റ്റ് കാലിന്റെ പെരിഫറിൽ നിന്ന് അല്ലെങ്കിൽ കാലിന്റെ ഒരു ഡിസ്റ്റൽ എൻഡ് ഓഫ് യുവർ ഫൂട്ട് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ കാലിന്റെ നോർമൽ അനാറ്റമി വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കാല് പോലെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുമ്പം അത് എവേർഷനിലോട്ടാണ് പോവുക, അതായത് വാൽഗോ ഫോഴ്സിലോട്ടാണ് പോവുക. ഒരു കുട്ടിയെ നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, മീഡിയൽ പോർഷനിലോട്ട്, അത് വാരത്തിലോട്ട് പിടിച്ച് അവിടെ ലോക്ക് ചെയ്തിട്ട് വേണം നമ്മുടെ കാല് എപ്പോഴും TA സ്ട്രെച്ച് ചെയ്യാൻ. TA സ്ട്രെച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ കാൽക്കിനത്തിന്റെ ഭാഗത്തുനിന്ന് ഫോഴ്സ് പുള്ളിങ് ഫോഴ്സും നമ്മുടെ ഫൂട്ടിന്റെ സോളിൽ നിന്ന് പുഷിംഗ് ഫോഴ്സും കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്ക്. എങ്ങനെയാണ്, നമ്മുടെ കാൽക്കേനത്തിന് തൊട്ട് താഴെ അവിടുന്ന് പിടിച്ചിട്ട് ഒരു പുള്ളിങ് ഫോഴ്സ് കൊടുക്കുക, വാരത്തിലോട്ട് കൊണ്ടുവരിക, എന്നിട്ട് കാലിന്റെ അടിയിൽ നിന്ന് സോളിൽ നിന്നും ഒരു പുഷിംഗ് ഫോഴ്സ് കൊടുക്കുക. ഈ 3 ഫോഴ്സും കൂടി കമ്പൈൻ ചെയ്ത് വന്നാൽ മാത്രമേ TA സ്ട്രെച്ച് ആവും, ടെൻഡൻ ഓഫ് അച്ചിലിസ് സ്ട്രെച്ച് ആവുള്ളൂ. അതല്ലാതെ നമ്മൾ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുത്താൽ ഡയറക്റ്റ് കാലിന്റെ അടിയിൽ നിന്ന് ജസ്റ്റ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫുട്ട് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ഫൂട്ടിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ മസിൽസ് അനാവശ്യമായിട്ട് ലെങ്ത് കൂടി ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരുന്ന മസിൽ ബ്രീച്ചിങ്, അതല്ലെങ്കിൽ അതിനകത്ത് വരുന്ന മസിൽ പാൽസി വാൽഗസിലോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ് അത്. അതർ ഡിഫോമിറ്റി സ്റ്റാലസ് വാൽഗസ്, ഈക്വനസ് വാൽഗസ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ള ഡിഫോമിറ്റീസും ഉണ്ട്. ലാഡ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലിവർ ആം ഡിസീസ്, നേരത്തെ അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, നമ്മൾ ലോങ് ബോൺസിനകത്ത് ഒരുപാട് സമയം നമ്മൾ അബ്നോർമൽ ഫോഴ്സും ഫീൽ ചെയ്തുകൊണ്ട് കുട്ടി കിടക്കുന്ന സമയത്ത് ലോങ് ബോൺസ് എല്ലാം റൊട്ടേഷൻ വരും. ഫീമർ ഒക്കെ ഇന്റേണലി റൊട്ടേറ്റഡ്, ഡിസ്റ്റൽ പോർഷൻ ഓഫ് ഫീമർ ഇന്റേണലി റൊട്ടേറ്റഡ് വരും, പിന്നെ ഹിപ്പ് ഇന്റേണലി റൊട്ടേറ്റഡ് വരും. ഈ ഇന്റേണൽ റൊട്ടേഷൻ കാരണം തന്നെ കാല് തമ്മിൽ തട്ടും. നമ്മൾ യൂഷ്വലി മിസ്ജഡ്ജ് ചെയ്യും, ഇത് അഡക്ടർ സ്പാസിറ്റിയാണ്, മിസ്ജഡ്ജ് ചെയ്യും. എന്നിട്ട് അഡക്ടേഴ്സിനെ പിടിച്ച് നമ്മൾ സ്ട്രെച്ച് ചെയ്യും. അഡക്ടേഴ്സിനെ സ്ട്രെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യത്യാസം വരില്ല. അഡക്ടർ സ്ട്രെച്ച് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി ഹാംസ്ട്രിങ്സിനകത്ത് കൂടുതൽ ടെൻഷൻ വരും, ഹാംസ്ട്രിങ്സ് കൂടുതൽ ഫ്ലക്ഷൻ വരും. അപ്പം ഓട്ടോമാറ്റിക്കലി ഈ ലിവർ ആം ഡിസീസ് എന്ന് പറഞ്ഞാൽ നോർമലി വരുന്ന ലൈൻ ഓഫ് ഫോഴ്സ് അബ്നോർമൽ ആയതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് വരുന്ന പിന്നെ റൊട്ടേഷൻ ഫോഴ്സ്, ബോണിനകത്ത് വരുന്ന റൊട്ടേഷൻ ഫോഴ്സ്, ഇത് മിക്കവാറും ഈ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓർത്തോപെഡിക് ഇന്റർവെൻഷൻ, സർജിക്കൽ റിലീസ് എന്തെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. ഇത് നമുക്ക് പ്രിവെന്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നോർമലി വരുന്ന പല കേസുകളും ഇത് ചെയ്ത് കാണാറില്ല എന്നുള്ളതാണ്. നൈറ്റ് സ്പ്ലിന്റും ആക്റ്റീവ് സ്പ്ലിന്റും നമ്മൾ നേരത്തെ പറഞ്ഞു. നൈറ്റ് സ്പ്ലിന്റ് ഷുഡ് നോട്ട് ബി കൺസിഡർഡ് ആസ് ആക്റ്റീവ് സ്പ്ലിന്റിംഗ് ആൻഡ് വൈസ് വേഴ്സ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് ചെയ്യരുത്. ട്രങ്കൽ ഹൈപ്പോട്ടോണിയ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തു. ട്രങ്കൽ ഹൈപ്പോട്ടോണിയ മിക്കവാറും സ്പാസ്റ്റിക് കണ്ടീഷനകത്ത് കൈ എത്രത്തോളം ടൈറ്റ് ആകുന്നോ അത്രത്തോളം ലൂസ് ആയിരിക്കും അവരുടെ ട്രങ്ക് എന്ന് വേണം, എൻ്റെ ഒരു ഒബ്സർവേഷൻ ആണ്. ട്രങ്കൽ ഹൈപ്പോട്ടോണിയ എത്ര കൂടുന്നോ അത്രത്തോളം സ്പാസ്റ്റിക് ആയിരിക്കും കുട്ടി ഉണ്ടായിരിക്കുക. അപ്പം ട്രങ്കൽ ഹൈപ്പോട്ടോണിയ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതും ഒരു വലിയ സംഭവമാണ്. ട്രങ്കൽ ഹൈപ്പോട്ടോണിയ പല ആളുകളും കൈയും കാലം സ്ട്രെച്ച് ചെയ്യുന്ന രീതിയിൽ ട്രങ്കിന് അവർ മിക്കവാറും മൈൻഡ് ചെയ്യാറില്ല. അപ്പം അതും പ്രിവെന്റബിൾ ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമുക്ക്, അല്ലെങ്കിൽ ഡിലേബിൾ, പ്രിവെന്റബിൾ എന്ന വാക്ക് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന വരില്ല, ഡിലേബിൾ ആയിട്ടുള്ള പല കണ്ടീഷൻസും നമുക്ക് ഈ ട്രങ്കൽ ഹൈപ്പോട്ടോണിയ ഒന്ന് അഡ്രസ് ചെയ്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മുടെ കുട്ടികളുടെ പാരൻസിന് പറഞ്ഞു കൊടുക്കും മൂവ്മെന്റ്സ് ചെയ്യുന്നത്, കൈ മടക്കുക, കൈ നിവർത്തുക, അതുപോലെ തന്നെ കൈ തിരിക്കുക, ഇങ്ങനത്തെ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും ഇത് പാരൻസ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിന്റെ സ്പീഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നമ്മൾ ഇൻപുട്ട് കൊടുക്കാറില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. പല ആളുകളും ഭയങ്കര സ്പീഡ് കൂടുന്നിടത്തോളം അവരുടെ ഇത്, സ്പാസ്റ്റിക് കണ്ടീഷൻസിനകത്തൊക്കെ സ്പീഡ് മൂന്നിടത്തോളം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്പാസിറ്റി കൂടും.
അതുപോലെ തന്നെ ഗ്രാവിറ്റി ഉയർന്ന സ്ഥലത്ത് നമ്മൾ മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പല ആളുകളും വളരെ ഉയർത്തി, അതായത് വീടിനകത്തുള്ള തിണ്ടിലൊക്കെ വെച്ചിട്ട് പേഷ്യന്റിനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസ്, ഗ്രാവിറ്റി ഇൻഫ്ലുവൻസ് ഒക്കെ കൂടിപ്പോകും. അപ്പൊ അവർക്ക് ഈ ഓരോ മൂവ്മെന്റ് ചെയ്യുമ്പോഴും അവർക്ക് സ്പാസിറ്റി കൂടുക ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് റെഡ്യൂസിങ് അത് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് പറഞ്ഞു കൊടുക്കുക, മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ ഇത് പല സമയത്ത് ഞാൻ ഇത് ഈ ഒരു 8 ഡിലേബിൾ ഇൻസൾട്സിനകത്ത് എഴുതാൻ കാരണം തന്നെ പല പേരൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നിട്ടുണ്ടോ എത്ര സ്പീഡിൽ ചെയ്യണം? ഇല്ലല്ലോ, അത് പറഞ്ഞു തന്നിട്ടില്ല, ഇങ്ങനെ ചെയ്താൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറയും. അപ്പം സ്പീഡ് ഓഫ് ദ മൂവ്മെന്റ് നമ്മൾ എപ്പോഴും പേഷ്യൻസിന് ഒരു ഗൈഡൻസ് കൊടുക്കണം. അതുപോലെ ബൈപ്പിഡൽ ആക്ടിവിറ്റീസ്, ബൈപ്പിഡൽ ആക്ടിവിറ്റിയാണ് 2 കൈ കൊണ്ടുള്ള മൂവ്മെന്റ്, 2 കാല് കൊണ്ടുള്ള, ഫോർ എക്സാമ്പിൾ അപ്പർ ലിം സൈക്ലിങ്, ലോവർ ലിം സൈക്ലിങ്, 2 കൈ കൊണ്ട് ഒന്നിച്ച് മെഡിസിൻ ബോൾ ആക്ടിവിറ്റീസ്, ഇങ്ങനത്തെ ആക്ടിവിറ്റി 2 കൈയും കൂടി ഒന്നിച്ച് ഉപയോഗിക്കുന്ന, 2 കാലും ഒന്നിച്ച് ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസ് പ്രൊമോട്ട് ചെയ്യാം. അത് പ്രൊമോട്ട് ചെയ്യുന്നതോടുകൂടി ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ്റെ പ്ലാസ്റ്റിസിറ്റി അല്ലെ ബ്രെയിൻ്റെ റിക്കവറി പാറ്റേൺസ് ഫാസ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നതായിട്ട് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിലേബിൾ ആയിട്ടുള്ള ബ്രെയിൻ ഇൻസൾട്സ്, നമുക്ക് അത് പ്രിവെന്റബിൾ ആയിട്ട് ചെയ്യാവുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇവിടെ ഇട്ടുന്നുള്ളൂ. ആൻഡ് ഈ ഒരു സ്ലൈഡ് ഞാൻ എൻ്റെ എല്ലാ പ്രസന്റേഷനകത്ത് ഇടാറുണ്ട്. നമ്മളൊരു എസ്പെഷ്യലി നിങ്ങൾ വീട്ടിൽ പോയി ചികിത്സിക്കുന്ന ആളുകളാണ്, വീട്ടിൽ പോയി അവർക്ക് ഗൈഡൻസ് കൊടുക്കുന്ന ആളുകളാണ്, അവരെ ഡയറക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. ഒരിക്കലും ഒരു പാരന്റിന്, എസ്പെഷ്യലി സെർബൽ പാൽസി ബാധിതരായ കുട്ടികൾക്ക്, അവർ ഈ കുട്ടി മാത്രമല്ല മറ്റു കുട്ടികളുണ്ട്, അവരുടെ സ്വന്തമായിട്ടുള്ള പേഴ്സണൽ ലൈഫ് ഉണ്ട്, അവരുടെ അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഒരു പാരന്റിനെ ഒരു 24 hours അല്ലെങ്കിൽ 24/7 ഈ കുട്ടിയുടെ കെയറിന് വേണ്ടി മാത്രം നിങ്ങൾ റിക്രൂട്ട് ചെയ്യരുത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റിക്രിയേഷനുള്ള ടൈം കൊടുക്കണം, അവർക്ക് അവരുടേതായിട്ട് സ്പേസ്, പേഴ്സണൽ ലിവിങ്ങിനുള്ള ടൈം കൊടുക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിലൊക്കെ അങ്ങനെ ഒരു കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയാത്തത്. ഓക്കെ, ഒരു പിന്നെ സോഷ്യൽ ഫംഗ്ഷനിൽ പോവുക, അതിൽ അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുക, അതിനൊക്കെ ഈ ഒരു കുട്ടി ഒരു തടസ്സമാവാത്ത രീതിയിൽ അവരുടെ ഈ 24 hours അവർക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് അപ്പോൾ കുറച്ചൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ അവരെ നമ്മൾ പഠിപ്പിക്കുക. ഫിസിയോസ് എന്ന നിലയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുക. അതിന് നമ്മുടെ തന്നെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു സസ്പെൻഷൻ തെറാപ്പി പോലെ സംഭവമൊക്കെ യൂസ് ചെയ്താൽ കുട്ടിക്ക് പല സമയത്തും കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആവാൻ അവർക്ക് പറ്റുമെന്ന് തോന്നുന്നു. നിങ്ങളത് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അത് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അത് മെസ്സേജ് പാസ് ചെയ്യാം. ആൻഡ് ഇന്നത്തെ ഒരു സെഷനിൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മേ ബി നെക്സ്റ്റ് ടൈം വിൽ ഡിസ്കസ് ഓൺ സംതിങ് ബെറ്റർ, അല്ലെങ്കിൽ ഒരു ബെറ്റർ സ്റ്റേജിലുള്ള കുട്ടിയെക്കുറിച്ച് മേ ബി വി ക്യാൻ ഡിസ്കസ് ലേറ്റർ. ഓക്കെ, സോ ഐ എം ഡൺ. ഇഫ് എനി ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ടോപ്പിക്കിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതിന് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടൊരു